ഈ തിങ്കളാഴ്ചയുടെ സന്ധ്യയെങ്കിൽ നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ വഴി നടത്തിയല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കൃപകൾ തന്നല്ലോ. സഞ്ചരിപ്പാൻ, വാഹനം ഓടിക്കുവാൻ, ഭവനത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ ഒക്കെ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങൾക്കും പറയുവാൻ ഇന്ന് പകൽക്കാലം അനുവദിച്ചത് ഓർത്ത് സ്തോത്രം. ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ വൈഷമ്യങ്ങളിലും നിന്റെ വിട്ടുപിരിയാത്ത സാന്നിധ്യവും മാറിപ്പോകാത്ത ദയയും എന്നും നിലനിൽക്കുന്ന നിന്റെ വിശ്വസ്തതയും ഞങ്ങളോടുകൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ചുറ്റുപാട് അനേകര് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, പല വിധത്തിലുള്ളതായിട്ടുള്ള ജീവിതത്തിന്റെ ഏടുകൾ അവരൊക്കെ കയറുമ്പോൾ കർത്താവെ അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള ശാരീരിക സൗഖ്യവും മനസ്സമാധാനവും ആരോഗ്യവും നീ കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന സാവകാശമായ സമയത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 18-19 വർഷക്കാലം ഈ ഭവനത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇന്ന് നിന്നെ ആരാധിക്കുവാൻ നീ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഒരു രക്തബന്ധവും പോലുമില്ലാത്തതായിട്ടുള്ള ഞങ്ങൾക്ക് കാൽവരി ക്രൂശിൽ കൂടെയുള്ളതായിട്ടുള്ള സ്നേഹത്താൽ ഞങ്ങളെ ബന്ധിച്ച് ആ പിതാവിന്റെ പാദമെടുത്തിരുന്ന് നിന്നെ സ്തുതിക്കുവാൻ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ആരാധനയിൽ നിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ. തുറന്നതായിട്ടുള്ള ഒരു സ്വർഗം കാണുവാൻ നീ ഞങ്ങൾക്കിടയാക്കണമേ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തണമേ. ഈ ഭവനവും ഇതിന് പരിസരവും യഹോവയെ നിനക്ക് വിശുദ്ധമായിരിക്കാൻ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ശനിയാഴ്ച ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളെ എത്ര അത്ഭുതകരമായി കർത്താവ് കാത്തു സൂക്ഷിച്ച് വരാമായിരുന്ന ആപത്ത് അനർത്ഥത്തിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ച് സന്തോഷത്തോടെ ഈ ഭവനത്തിൽ നിന്നെല്ലാം കടന്നു വരുവാൻ ദൈവം ഭാഗ്യം ചെയ്തതിനായി ദൈവത്തിന് നന്ദി പറയാം. എത്രയോ പേര് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട് എത്രയോ ദിവസം, ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, പലരും ഈ ദിവസങ്ങളിൽ ഈ ലോകത്തോട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിളിച്ച് വേർതിരിച്ച് ആ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ വിളിച്ച് വേർതിരിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഒന്നുമില്ലാതെ ഇത്രത്തോളം ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭവനത്തിൽ കടന്നു വരുന്ന ഹല്ലേലൂയ ഒരുമിച്ച് ആരാധിക്കുന്ന നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ഈ ഞങ്ങൾക്ക് കുടുംബത്തിനും ഈ ദേശത്തിനൊക്കെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഹല്ലേലൂയ ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ ഈ ദേശത്തുള്ള അന്ധകാര ശക്തികളെല്ലാം വിട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കടന്നു വരാൻ പറ്റാത്തവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തിയുടെയും കർത്താവെ അങ്ങയുടെ തിരുസാന്നിധ്യം ഇറങ്ങിച്ചെന്ന കർത്താവെ ഹല്ലേലൂയ, താങ്ക് യു പച്ച. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുമ്പോൾ രോഗിയുടെ സൗഖ്യമാണ് കർത്താവേ. അപ്പാ ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യത്തിനായ സ്തോത്രം ചെയ്യണം. സ്തോത്രം അപ്പാ, സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ഇഹലോകമോ ധരിയിൽ ഒരു സുഖ
Thank you for hallelujah. Oh, thank you, Jesus. Hallelujah. Hallelujah. Thank you for hallelujah. അങ്ങയുടെ തിരുസാന്നിധ്യത്തിനായ സ്തോത്രം. Hallelujah. Amen. Thank you for hallelujah. കർത്താവേ, ഞങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായി ഞങ്ങൾ ഓരോരുത്തരും എന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കർത്താവ് എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ മിടുക്കോ കഴിവുകൊണ്ടോ ഒന്നുമല്ല കർത്താവേ, അടിയങ്ങൾ ഇവിടെ ആയിരിക്കുന്ന അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞങ്ങൾ കടന്നു വന്ന വഴികളൊക്കെ ഒന്ന് ഓർത്താൽ ഹല്ലേലൂയ. ഓ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ഒന്ന് കണ്ണുനീരൊഴുക്കിയാൽ ആ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ കർത്താവ് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹമോക്കുമ്പോ നന്ദിയ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ
പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്നുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്നുള്ളൂ. ആകുല വേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളത്തിൽ അത്താണിയായി നീ. ആകുല വേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളത്തിൽ അത്താണിയായി നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. ആകുല വേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളത്തിൽ അത്താണിയായി നീ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ചില അവസരങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്കുമ്പോൾ ഈ പാട്ടൊക്കെ ഓർത്ത് പാടിയാൽ ഒരു പുത്തൻ അഭിഷേകം നമ്മളിലേക്ക് പകരുന്നതായി കാണും. ഹല്ലേലൂയ. താങ്ക് യു പിച്ചാ, താങ്ക് യു. ഹല്ലേലൂയ. ഓ റബാ ശിയാറബാ റബാ ശേഖരിയാറബാ ദീവരാ ശിയാറബാ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 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 ഓ താങ്ക് യു പിച്ചാ. ഹല്ലേലൂയ. അങ്ങയുടെ തിരുസാന്നിധ്യത്തിനായി സ്തോത്രം സ്തോത്രം. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപ ഒന്നു മാത്രം
യേശുവേ. അപ്പ ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഗതസമനിയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനിയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ
സത്യത്തിന്റെ ആത്മാവേ ഒന്നു തൊടുമോ, എന്നെ ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ, എന്നെ ഒന്നു തൊടുമോ, സത്യത്തിന്റെ ആത്മാവേ ഒന്നു തൊടുമോ, എന്നെ ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, നിന്നെ വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഒന്നു തൊടുമോ, എന്നെ ഒന്നു തൊടുമോ, സത്യത്തിന്റെ ആത്മാവേ ഒന്നു തൊടുമോ, എന്നെ ഒന്നു തൊടുമോ, എന്നെ ഒന്നു തൊടുമോ, എന്നെ ഒന്നു തൊടുമോ, ഒന്നു തൊടുമോ, എന്നെ 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 ഒന്നു തൊടുമോ. ഞാൻ നിന്നെ വിടുകയില്ല, വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. ഞാൻ നിന്നെ വിടുകയില്ല, വിടുകയില്ല, അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. എല്ലാ കരങ്ങളും ഉയർത്തട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്താൻ പറ്റാത്തൊരു കൈയൊക്കെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയുടെ വേദനകളെല്ലാം മാറും. ഉദ്ദേശമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ആദരങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സ്തോത്രം എന്ന യാഗം നമുക്കൊന്ന് അർപ്പിച്ച് നമ്മുടെ കർത്താവിന് എല്ലാം മഹത്വം അർപ്പിക്കാം. ആരാധനയ്ക്ക് വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർക്കുവാനും നന്ദി കരയേറ്റുവാനുമാണ് ദൈവത്തിന് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു സ്തോത്രം എന്ന യാഗം നമുക്ക് അർപ്പിക്കാം. സ്തോത്രം, 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 സ്തോത്രം എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഒന്ന് ഉയർത്താം. ദൈവം ചെയ്ത ചെറുതും വലുതുമായ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കൃപയാലല്ലോ നാം ദൈവത്തിലായിരിക്കുന്നത്. നമ്മെ നടത്തിയത് ദൈവ കൃപയാണ്. നമ്മെ നിർത്തിയത് ദൈവ കൃപയാണ്. നമ്മെ പരിപാലിച്ചത് ദൈവ കൃപയാണ്. ഇത്രത്തോളം കൊണ്ടുവന്നത് ദൈവ കൃപയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവ കൃപയിൽ ആശ്രയിച്ച ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാളും വിടുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ
നമ്മെ ഇത്രത്തോളം നയിച്ചു നടത്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ദൈവത്തിന്റെ ആ സാന്നിധ്യം ആണ് നമ്മെ ഇത്രത്തോളം നയിച്ചതും നടത്തിയതും. പ്രൈസ് ഗോഡ്. നാം വന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതും കൊണ്ടുവന്നതുമാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നാം നേടിയ ഒന്നുമില്ല, ദൈവം നമുക്ക് തന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എല്ലാത്തിനും ദൈവത്തിന് നമുക്ക് മഹത്വം. We thank you, Jesus, for all the blessings you have showered upon each one of us, O Lord. Father God, we thank you and we bless your name. We exalt your name. We lift up your holy name, O Lord. You're worthy of all praise and honor, O Lord. Thank you, Jesus. അങ്ങേപ്പോലെ ഒരു ദൈവമില്ലെന്ന് ഞങ്ങൾ ഒന്നിച്ചു പറഞ്ഞ് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയവൻ. ഹല്ലേലൂയ. അവസാനത്തെ തുളിവ് രക്തം വരെയും ഞങ്ങൾക്ക് ചൊരിഞ്ഞതിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എബി ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് ഇന്നത്തെ കൂടി ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാണ്. താങ്ക് യു ലോർഡ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവെ ഞങ്ങൾ തന്നതിനായി സ്തുതിക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ദിവസം ഞങ്ങൾ കടന്നു വരാൻ കർത്താവ് ഇടയായല്ലോ. കഴിഞ്ഞ ഒരാഴ്ച കൂടി നിങ്ങൾ അത്ഭുതകരമായി പരിപാലിച്ചല്ലോ. ഞങ്ങളിൽ അനേക ക്ഷീണിതരും പ്രയാസം ഒക്കെ ഉണ്ടായിരുന്നു കർത്താവെങ്കിലും കർത്താവെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് അന്ന് അവസരത്തിനായി അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ സ്വന്തം കർത്താവെ, ഞങ്ങളിവിടെ ആയിരിക്കും മണ്ണിൽ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവാത്മാവെ ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കർത്താവെ ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളത് കർത്താവിനെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കണം. പ്രത്യേക കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായിട്ട് ബലപ്പെടുത്തണമേ കർത്താവെ. ശാരീരികമായിട്ട് കർത്താവ് സൗഖ്യം ആവശ്യമുള്ള കർത്താവ് കൊടുക്കണമേ. മാനസികമായിട്ട് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയങ്ങളിന്മേൽ ഭാരത്തിലായിരിക്കുന്നവർ കർത്താവിന്റെ കരുണ കാണുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓൺലൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവിന്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവിന് പ്രസാദം തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. അല്ലെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥന വിഷയങ്ങളുടെ പ്രവർത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിസിനെയും അവർ കൊടുത്ത കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവിന്റെ സ്ഥാനത്ത് മറയ്ക്കണമേ. കർത്താവിന്റെ കുഞ്ഞുങ്ങളായി പ്രേരണപ്പെടുത്ത കുഞ്ഞുങ്ങളായ ദിവസങ്ങളിൽ കർത്താവ് നടത്തുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് സൂക്ഷ എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. അതിനെ എന്റെ ദാസനെ അഭിഷേകം കൊണ്ടുവന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ഡിവൈൻ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും കർത്താവിനെ കിട്ടണമേ. പ്രാർത്ഥന സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച്. കടന്നത് എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹം, വന്ദനം, സ്വാഗതം ഒക്കെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓൺലൈനിൽ കാണുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം, നന്ദി ഒക്കെ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഞങ്ങളോടുള്ള കൂട്ടായ്മ നിങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വി താങ്ക് യു ഈച്ച് വൺ ഓഫ് യു ആർ വാച്ചിങ് അസ് ഓൺലൈൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കടന്നത് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഗസ്റ്റായിട്ട് ഞാൻ ആരെയും പ്രത്യേകിച്ച് കാണുന്നില്ല. പ്രൈസ് ഗോഡ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര നല്ല ദൈവമാണ്. പ്രാരംഭത്തിൽ അല്പസമയം നമുക്ക് സാക്ഷ്യത്തിന് വേണ്ടി, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നീണ്ട സാക്ഷ്യത്തിനല്ല, പ്രൈസ് റിപ്പോർട്ടിന് വേണ്ടിയുള്ള സമയമുണ്ട്. ഞാൻ കാണുന്നുണ്ട് ലെനി UK-ലൊക്കെ കടന്നുപോയി, ട്രിപ്പൊക്കെ കഴിഞ്ഞു വന്നതാണ്. ഒരു ഹൈ പറയാം, എല്ലാവരെയും ഒന്ന് ഗ്രീറ്റ് ചെയ്യാം, ദൈവം നടത്തിയ വിധങ്ങൾ പറയാൻ, ജസ്റ്റ് ഇൻ വെരി ഷോർട്ട് വേർഡ്സ് ഒന്ന് പറയാനുള്ള സാവകാശമുണ്ട്. നമ്മുടെ തങ്കമാമ ഇന്നുണ്ട്. ഒരു മിനിറ്റ് എടുത്ത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരീരത്തിൽ വളരെ ബലഹീനയായിരുന്നു. കർത്താവിന്റെ ദാസിക്ക് അല്പം ജസ്റ്റ് സാക്ഷ്യം പറയാനുള്ള സമയമുണ്ട്. PK തോമസ് അങ്കിള്, അല്ലെങ്കിൽ നാം വിളിക്കുന്നത് ബേച്ചാൻ, നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. വി വാണ്ട് ടു ഇൻവൈറ്റ് യു, വെൽക്കം യു ആൻഡ് ഇൻവൈറ്റ് യു ടു ദിസ് ഗാദറിംഗ്. നമ്മുടെ കടന്നു വന്നതിൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ ദാസന് ബേച്ചാന് അല്പസമയം എടുക്കും. സമയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ്
നമുക്ക് ഇവിടെ ഈ പട്ടണത്തിൽ നമുക്കറിയാമല്ലോ സിറ്റി വൈഡ് ഫാസ്റ്റിംഗ് പ്രയറിന്റെ കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുന്നതായിരിക്കും. സ്തോത്രം. പ്രാരംഭത്തിൽ ജസ്റ്റ് ഒരു Praise God. Thank God for giving me this opportunity to share the wonderful things which God has done in my life. ഒരു ആഴ്ച ജസ്റ്റ് ഒരു ക്വിക്ക് വിസിറ്റ് മോളുടെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു പോകാനും UK സമയം ഹാഡ് എ ഗുഡ് ടൈം ദർ ആൻഡ് ഐ കെയിം ബാക്ക്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് യൂറോപ്പിലൂടെ എങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ വളരെയധികം അവിടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ വി ഹാവ് ഗോട്ട് ദ പ്രിവിലേജ് ആൻഡ് ദ ഫ്രീഡം ടു ഷെയർ ദ ഗോസ്പൽ. അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പിള്ളേരെടുത്ത് എൻ്റെ ഇടയിൽ കുറച്ച് ജോൺ ഗോസ്പൽ റിവാൽ ഫെസ്റ്റിൻ്റെ ടൈമിലായതുകൊണ്ട് ഞാൻ കുറച്ച് ഇതുകൊണ്ടാണ് പോയത്. പക്ഷേ പിള്ളേരെന്നെ അത് വിലക്കി, അമ്മ ഇവിടെ അത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് പ്രോബ്ലം ആവുമെന്ന്. സോ ഐ കുഡിന്റ് ഡു ദാറ്റ്. ബട്ട് സ്റ്റിൽ മൈ ഹാർട്ട് വാസ് ബേർഡൻ ടു സീ എത്രയോ മിഷണറീസ് ആ രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്കും എല്ലാം കടന്നു വന്ന് അനേകർക്ക് സത്യസുവിശേഷം പറഞ്ഞു. ആ രാജ്യത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഭാരം തോന്നി. അന്നേരം ഞാൻ ഓർത്തത്, കർത്താവേ, ഈ അമേരിക്കയിൽ അന്ന് ഒരിക്കലും ഉണ്ടാവരുതേ അപ്പ. കർത്താവേ, ഭയങ്കര എനിക്കൊരു ബേർഡനായിപ്പോയി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ അന്ത്യകാലത്ത് അമേരിക്കയിൽ ഒരു ഉണർവ് വരുമെന്നും യൂറോപ്പ് അതിൻ്റെ ആ സത്യാവസ്ഥയിലൊക്കെ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്ന രാജ്യം ഈ കണ്ടീഷനിലേക്ക് തിരിഞ്ഞു പോയത്. അത് ഭയങ്കര ഒരു ഭാരമായി. Anyway, let's pray for all. It's all God's plan, and let's all pray together in unity for our nations, for all these countries. Praise God. Thank you for all your prayers. I appreciate it. Thank you. Thank you, Lenny. Thank you so much. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അപ്പർ റൂമിൽ കടന്നു വന്ന് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഓരോ ദിവസവും നടത്തുന്ന വഴികള് വിധങ്ങളൊക്കെയും വളരെ അത്ഭുതമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജോൺസൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ ശരീരത്തിന് അസ്വസ്ഥതയുള്ളവളായിരുന്നു. പല ടെസ്റ്റുകളിൽ കൂടെ ഒക്കെ കടന്നുപോയി. ഹീമോഗ്ലോബിൻ ബ്ലഡ് കൗണ്ടൊക്കെ ലോ ആയിരുന്നു. അയൺ ഇൻഫ്യൂഷനൊക്കെ തന്നു. അങ്ങനെ ദൈവമക്കളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി, മനുഷ്യരുടെ ട്രീറ്റ്മെന്റിന്റെ അല്ല, ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ നടത്തിയിട്ടുള്ളത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കല്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവ് ചെയ്യുന്ന നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് ഇനി വീണ്ടും കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയൊക്കെ കടന്നു വരുന്നു. അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ദേവദാസന്മാരൊക്കെ ഭവനത്തിൽ താമസിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിൽ ബലപ്പെടുത്തിയ ദൈവം പിന്നെയും എന്നെ ബലപ്പെടുത്തുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരുന്നു. പിന്നെ അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു പ്രൈസ് റിപ്പോർട്ടോ? ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ സമയം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ വഴികളെയും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ എല്ലാ ശ്രേഷ്ഠ വഴികളെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഹല്ലേലൂയ, ഈ ദേശത്ത് കടന്നു വന്നിട്ട് 10 വർഷമായി. ഹല്ലേലൂയ, ഒന്ന നാൾ മുതൽ ഹല്ലേലൂയ ദൈവം അത്ഭുതകരമായ അതിശയകരമായി അനുഗ്രഹിക്കപ്പെട്ട ജോലിയൊക്കെ നൽകി ഞങ്ങളെ മാനിച്ചു. നന്ദിയോടെ സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണുന്ന പോലെ ആമേൻ. ഹല്ലേലൂയ, ജീവിതകാലം മുഴുവനും 36 വർഷക്കാലം മസ്കറ്റിൻ്റെ പ്രദേശത്തായിരുന്നു. അതിനുശേഷം ഈ ദേശത്ത് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ജോലിയൊക്കെ തന്ന ദൈവം നടത്തുന്നു. ദൈവത്തിൻ്റെ വിശ്വാസക്കാശം പ്രത്യേക ഒരു വാർത്ത പറയാനുള്ളത്, എൻ്റെ രണ്ടാമത്തെ മകനും മൂത്ത മകനും ഹല്ലേലൂയ അവർ യുകെയിലായിരിക്കുന്നു. ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ ഈ ദേശത്ത് കടന്നു വരണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, മൂത്ത മകൻ 2 പേരും, രണ്ടാമത്തെ മകനും 3 പേരും, അങ്ങനെ അവർ 9 പേര് ഉണ്ട്. ഹല്ലേലൂയ, അവരുടെ പേപ്പറൊക്കെ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്.
തക്ക സമയത്ത് ഹാലലി ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കുടുംബമായി ഈ ദേശത്ത് കടന്നു വന്ന് ഞാനും എൻ്റെ കുടുംബവുമായി ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. ഹാലലിയ ഞങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹം ഹാലലിയ നിറവേറ്റുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലലിയ പ്രത്യേക ഞങ്ങളുടെ രണ്ടാമത്തെ മകന് ഹാലലിയ PR ലഭിക്കാൻ ഇടയായി. നന്ദിയോടെ സ്തോത്രം. ഹാലലിയ ദൈവം ഒരുക്കുന്ന എല്ലാ ശ്രേഷ്ഠ വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഹാലലിയ അവർ ലെസ്റ്ററിലും ലണ്ടൻ ഹാർലോയിലുമായിരിക്കുന്നു. ഹാലലിയ ലിനി പറഞ്ഞതുപോലെ ഹാലലിയ ലെസ്റ്റർ ആമേൻ. ഹാലലിയ വളരെ പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തെയും ഭയമില്ല, ആരെയും ഭയമില്ലാത്ത ഒരു വിധത്തിലാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ ലിവർപൂൾ ഞങ്ങൾ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ അവരുടെ ചർച്ചിലെ ആളുകളുമായി കടന്നു പോയിട്ട് അവിടുത്തെ ബ്രിട്ടീഷുകാർക്ക് ട്രാക്ട് കൊടുത്താൽ അവർ റിഫ്യൂസ് ചെയ്തിട്ട് പോവുകയാണ്. അതുപോലെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ പാട്ടുകളൊക്കെയും കേട്ട് സന്തോഷിപ്പാൻ ഹല്ലേലൂയ ആ പ്രദേശത്ത് ഞങ്ങൾക്ക് കുടുംബമായി സഹായിച്ചു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസതയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥന അവതരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യം തരും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആയിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരു കൊച്ചുമോനെ ദൈവം നൽകി തന്നു. ഹല്ലേലൂയ. അതിപ്പം May 9 we celebrated his first birthday. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ഓർക്കുന്നു. അവൻ 2 മാസം നേരത്തെ കടന്നു വന്ന അവന് ആദ്യം ഫസ്റ്റ് 2 months he was in the NICU and so they went through a lot. Hallelujah. കർത്താവ് അതിൽ നിന്നെല്ലാം കർത്താവ് വിടുതൽ കൊടുത്ത്, സൗഖ്യം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ബലം കൊടുത്ത്. ഹല്ലേലൂയ. കർത്താവെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് എന്നെ സാക്ഷി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും ഒരുമിച്ച് ഇവിടെ ആയിരിക്കാനും ഇടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഗസ്റ്റ് അല്ല, സമയം കിട്ടുമ്പം വരുന്നു. ദൈവത്തോളം നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തങ്കമ്മയുടെ ടെസ്റ്റിമണി പറഞ്ഞല്ലോ, 1.5 മാസം ചർച്ചയിൽ പോയില്ല, ആരോഗ്യമില്ലായിരുന്നു. ഭവനത്തിലെ വളരെ ഭാരപ്പെട്ട് കർത്താവ് ജൂണിലെ വാസപ്രാർത്ഥന വരുന്നല്ലോ, എങ്ങനെ ആയിത്തീരും. ദൈവത്തിന്റെ ദാസന്മാർ ഭവനത്തിൽ കടന്നു വരുന്നുണ്ട്. ഈ പ്രാവശ്യം വരുന്നവരെല്ലാവരും ഭവനത്തിലുണ്ട്. ദൈവം നമുക്ക് എല്ലാവർക്കും മതിയായ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. നമ്മ പറഞ്ഞ പല ടെസ്റ്റുകൾ ഇതിനകമായിട്ട് നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാണ്. എത്രയോ വിടുതലാണ് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നത് നിങ്ങൾക്ക് എല്ലാം ആ വിവരങ്ങൾ അറിയാമെന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മളെ കൈവിടാത്ത ഒരു ദൈവം സ്വർഗത്തിലുള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹത്തോടെ ഞങ്ങളുടെ ഇളയ മോനെ MBA ബേസിക്കായിട്ട് പഠിച്ചു. നല്ല ജോലിയുണ്ട്, നല്ല 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 നിലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രമോഷൻ വരുമ്പോൾ അത് തടസ്സമുണ്ടാകാറുണ്ട്. നല്ല ഈ ദിവസങ്ങളിൽ അവന് MBA എടുക്കുവാൻ ഇടയായ ഗ്രാജുവേഷൻ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. എല്ലാത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്ററിയും പറയാതെ എല്ലാവർക്കും വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ 20 വർഷം 2005 ഇത് ആരംഭിച്ചത്. ഇത് 21ാമത്തെ വർഷമാണ് ഈ പാസ്റ്ററിയും പറയ സിറ്റി നടക്കുന്നത്. അത് ഈ സിറ്റിക്ക് അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ വിടുതലാണ്, എത്രയോ അത്ഭുതങ്ങളാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു. ഇതും ഹല്ലേലൂയ അവരെല്ലാം സന്തോഷത്തോടെ ആയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ഈ പട്ടണത്തില് നമുക്ക് ഇങ്ങനെ ഒരു പ്രയർ തന്നുകൊണ്ട് സ്തോത്രം.
വേറെ എങ്ങും ഇതുപോലൊരു പ്രയറുണ്ടോ എനിക്കറിയത്തില്ല. എന്നാല് അനേക ഓൺലൈനിൽ കൂടെ വായിക്കുകയും മിക്കവാറും അമേരിക്കയിലുള്ള മിക്കവാറും സഭകൾക്ക് ഇതറിയാൻ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ പട്ടണത്തിലെ നമ്മുടെ സഭ വ്യത്യാസമില്ലാതെ ഞങ്ങള് എല്ലാരെയും സ്നേഹിക്കുന്ന നിങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വരികയും രാവിലെ കർത്താവിന്റെ ദാസൻ തോമസ് മാമന് സൺഡേ മൺഡേ രാവിലെയും വൈകിട്ടും അദ്ദേഹം സംസാരിക്കുന്നതാണ്. പക്ഷേ വിൽസൺ ബർക്കി ചൊവ്വാഴ്ച രാവിലെയും വൈകിട്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദി വറീസ് ബുധനാഴ്ച രാവിലെയും വൈകിട്ടും വ്യാഴാഴ്ച രാവിലെയും വചനം സംസാരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട അനീഷ് കൊല്ലം അദ്ദേഹം കഴിഞ്ഞ ഈ വർഷം ഇവിടെ വന്നു ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി അത് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി നേരത്തെ തന്നെ അങ്ങ് തിരിച്ചേക്ക് ഇന്ത്യയിൽ പോയിട്ട് ഇപ്പം കാനഡയിലുണ്ട്. അദ്ദേഹം വ്യാഴാഴ്ച വൈകിട്ട് തൊട്ട് ശനിയാഴ്ച വൈകിട്ട് വരെ ദൈവത്തിന്റെ വചനം സംസാരിക്കും. എല്ലാം ദൈവത്താൽ ഞാൻ ആരെ ആക്കണം. ഈ കാലങ്ങളിലെ നാട്ടിൽ നിന്ന് പാഷന്മാരെ അങ്ങനെയൊന്നും വിസയുടെ പ്രശ്നമുള്ളതുകൊണ്ട് വരാൻ തടസ്സം വരുന്നവരെയൊക്കെ തിരിച്ചു വിടുന്നു. പലരും വന്ന് തിരിച്ചു പോയതായിട്ട് എനിക്ക് അറിവുണ്ട്. ഇത്രയും പൈസ മുടക്കി ബഹുമാനപ്പെട്ട പാഷന്മാരെല്ലാം ഇങ്ങനെ കടന്നു വന്ന് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഒരു ഹാലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ നാട്ടിൽ ഉള്ളവരെ അങ്ങനെ പ്ലാൻ ചെയ്തില്ല. ഇവിടെയുള്ള ദൈവദാസന്മാർ അമേരിക്കയില് അനേക ദൈവദാസന്മാർ അവിടെ ഇവിടേക്കുണ്ട്. അതൊക്കെ ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം പ്രാർത്ഥനയാണ്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും ദൈവത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ ഒരു മഴ പെയ്യില്ലേ, മഴ പെയ്താൽ തടസ്സമാണ്. അതുപോലെ ഒരു മരണം സിറ്റി നടക്കല്ലേ. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭാരപ്പെട്ട് രാഷ്ട്രീയം പറയാൻ നടത്തിയ സമയമുണ്ട്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ കരയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം അസാധ്യത സാധ്യമാക്കുന്ന ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഒരു ദിവസം നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എത്രയോ പേരാണ് ഈ കാലഘട്ടങ്ങളിൽ ഈ ലോകം വിട്ട് കടന്നു പോയപ്പോൾ നമ്മളെ ഈ പ്രദേശത്ത് ശേഷിച്ചിരിക്കുന്നത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ വേണ്ടി. നമുക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞാല് എഴകുളം സാംകുടി സാറിന്റെ തീർന്ന ലൂസിയാന് ഒരു കത്തോലിക്ക സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു. അറിയുന്ന ആളായതുകൊണ്ട് ഞാന് എഴകുളം സാംകുട്ടിയുടെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോയിപ്പോ എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. പുള്ളി കത്തോലിക്കനാണ്, എന്നാൽ പുള്ളി പറഞ്ഞു മുങ്ങിയവനാണ്. ഞാൻ മുങ്ങിയതാണ്. സഹോദരൻ അങ്ങനെ പറയരുത്. ഞാൻ അത് കേട്ടോണ്ട് അദ്ദേഹത്തോട് തുറന്ന സത്യം ഫ്യൂണറിന്റെ ഇടയിൽ അത് കേൾക്കാതെ പോയി സംസാരിക്കാനുള്ള അവസരം തന്നു. അതുകൊണ്ട് നീ അങ്ങനെ പറയല്, എങ്ങനെ സ്നാനപ്പെട്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് സ്നാനം ശരിയാണെന്ന് മറ്റുള്ളവരോട് പറയത്തക്കോണം ഇടയാക്കണമെന്ന് അദ്ദേഹത്തോട് പറയും. അങ്ങനെയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞു പോയി. അങ്ങനെ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരായിരുന്ന മറ്റുള്ളവർ ഒക്കെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ഇടയാക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ ചൊരിയേണ്ടതിന് നിങ്ങളെ എല്ലാം വെൽക്കം ചെയ്യുന്ന ഈ ഭവനത്തില് അനേക നാളുകളായല്ലോ പ്രിയപ്പെട്ടവര്. ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ നടക്കുന്നത് ദേശത്തിന്റെ ഒരു വിടുതലാണ്, അനുഗ്രഹമാണ്. ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വഹിച്ചുകൊണ്ട് വീണ്ടും ദൈവത്തിന്റെ കരത്തിൽ പരമേൽപ്പിച്ചുകൊണ്ട് എത്ര നാള് അടിയങ്ങൾ ഇവിടെ ജീവിക്കുമോ അറിയത്തില്ല. എന്നാൽ അടുത്ത നിമിഷമൊക്കെ വന്നാൽ അറിയത്തില്ല. എന്നാൽ ഹാലേലൂയ, നമുക്ക് ദൈവം തന്ന ദിവസങ്ങളെ നാളുകളെ എണ്ണിക്കൊണ്ട് കർത്താവിന് വിശ്വസ്തരായിരുന്ന കർത്താവിനെ സ്നേഹിപ്പാൻ ഇടയാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മാറാനാകാം. താങ്ക് യു സോ മച്ച്. നമുക്ക്
സാക്ഷ്യം കേട്ട് സാക്ഷ്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ജേക്ക് കുട്ടിച്ചാനെ പറയപ്പെട്ട സാക്ഷ്യങ്ങളെല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. പ്രിയലേഡി പറഞ്ഞ വിഷയം, ആ പ്രിയ മകളെ ദൈവം ക്ഷേമത്തോടെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നല്ലോ. പ്രിയ തങ്കമ്മ പറഞ്ഞ കാര്യം പ്രത്യേകിച്ചും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ തോംസൺ അങ്കിൾ പറഞ്ഞ കാര്യം, റെജി ബ്രദറിന് പ്രൈസ് റിപ്പോർട്ടാണ്. നമുക്ക് കർത്താവിന്റെ ദാസൻ പൈതലിന് ദൈവസൗഖ്യത്തോടെ 1 വർഷം ദൈവം ദാനമായി നൽകിക്കൊടുത്തു. അതോർത്ത് സ്തോത്രം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ബേച്ചാന്റെ പ്രാർത്ഥനയുടെ കാര്യം വേറൊരാൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ പാത എടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയിൽ കർത്താവെ ഞങ്ങളെ സ്തുതിപ്പാൻ ബോധപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. നാളെ നടത്തിയ വിധങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി ഓർക്കുവാൻ കർത്താവെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്ക് കർത്താവെ മകളുടെ അടുക്ക പോകുവാനും കർത്താവെ സന്തോഷിപ്പാൻ ഇടയാക്കിയല്ലോ. എങ്കിലും കർത്താവെ രാജ്യത്തെ ഓർത്ത്, രാജ്യത്തിന്റെ അധപതനത്തെ ഓർത്ത് കർത്താവെ നമ്മള് കർത്താവെ പറഞ്ഞ കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങള് ഹൃദയത്തിലും കർത്താവെ വളരെ നൊമ്പരമുണ്ട്. കർത്താവെ ഞങ്ങളതിനു വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, രാജ്യം വിടുവിക്കപ്പെടുവാൻ, കർത്താവെ അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപിടിക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ച ഒരു രാജ്യം കർത്താവെ അത് പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വേണം വിടുവിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഉത്സാഹപ്പെടുത്തണം. കർത്താവെ തങ്ങമാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ദാസിയെ ആരോഗ്യത്തോടെ കാക്കണം കർത്താവെ. ഇതിലൂടെ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയില്ല കർത്താവെ. ദയമായ കർത്താവെ ഒത്തിരി ഭാരപ്പെട്ട ജോലികളൊക്കെ മുന്നിലുണ്ട്. കടന്നു വരുന്ന കർത്തദാസന്മാരെയൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. സഭയുടെ കർത്താവെ അവരുടെ പ്രയർ മീറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. കർത്താവ് വേശാൻ താങ്ങായി നിൽക്കേണ്ടതുണ്ട്. കർത്താവ് കൃപ ചെയ്യണം കർത്താവ്. ഇനി വരുന്ന ടെസ്റ്റുകളെല്ലാം കർത്താവെ ഒരു കുഴപ്പമില്ലെന്ന് ആരോഗ്യ ശക്തിയും ലഭിക്കാൻ അവിടെയാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിന്റെ മുകളിൽ മേൽ വീണ്ടും വ്യാപരിപ്പിക്കണമേ കർത്താവെ. ഇത്ര കാലം നടത്തിയത് ഞങ്ങളുടെ പരിശുദ്ധാത്മാവാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. കർത്താവെ മനസാക്ഷി പറഞ്ഞവരെയൊക്കെ ഓർക്കുന്ന റെജിമതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊടുത്ത കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവയുടെ കുടുംബത്തില് ഒരു കൊച്ചുമോനെ ദാനം ചെയ്തുള്ള അതിന്റെ വളർച്ച കാണുവാൻ സന്തോഷിപ്പാനോ ഇടയാക്കിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കരയുന്ന കണ്ണിനെ കർത്താവെ സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, മുഖത്തെയാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസന് കർത്താവെ പറഞ്ഞ പ്രയർ റിക്വസ്റ്റ് ഒക്കെ ഓർക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളൊന്നിച്ച് കടന്നു വരുവാൻ തക്കണം ഇടയാക്കേണ്ടതായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് കർത്താവ് ഈ വൈകിയ സമയങ്ങളിലും കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു നല്ല അവസരം നൽകി കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഭവം നിറയ്ക്കുന്ന കൃപയിൽ താങ്കളെ വീണ്ടും അനേരെ കർത്താവിലേക്ക് അടുപ്പിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമേ. കൃപയിൽ താങ്കളെ മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ബേച്ചാൻ പറഞ്ഞതുപോലെ ഈ പട്ടണമ്മ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ടവരെ നോട്ട് ചെയ്തോണം. അത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരോട് പറയുവാനും നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ജൂൺ 7 to 13 ആണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസം. ജൂൺ 7 മുതൽ 13 വരെയുള്ള സ്കെഡ്യൂൾസ് ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുന്നവര് നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റണം. നിങ്ങൾ എല്ലാവരും അവിടെ കാണണം. ജൂൺ 7 എന്ന് പറയുന്നത് സൺഡേ ഈവനിങ് ആണ്. അപ്പൊ 8th മൺഡേ ഇവിടെ പ്രാർത്ഥനയില്ല. നമുക്കിവിടെ പ്രാർത്ഥന കാണത്തില്ല 8th മൺഡേ. അതുകൊണ്ട് അന്ന് മൺഡേയും നിങ്ങൾ എല്ലാവരും അവിടെ വരണം. മറ്റ് ദിവസങ്ങളിലും ആഴ്ചയുടെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വൈകിട്ട് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ രാവിലെ വരണം. രാവിലെയും അസൗകര്യമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വരണം. നിങ്ങൾ ആ സമയം ഒന്ന് വളരെ നോട്ട് ചെയ്ത് നിങ്ങൾ വരുവാനായിട്ട് ശ്രമിക്കണം. അനുഗ്രഹീതരായ ദൈവദാസന്മാരാണ് അവിടെ ഉള്ളത്. ആഫ്റ്റർനൂൺ സെഷൻ എന്ന് പറയുന്നത് 2 to 5 ആണ്. വളരെ പവർഫുൾ സെഷനാണ്. നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള നല്ല സമയമാണ്. മറ്റ് അനേക പ്രിയപ്പെട്ടവര് അവിടെ കടന്നു വരും. ആഫ്റ്റർനൂൺ സെഷന് വേണ്ടി മാത്രം കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെ അനേക പ്രയർ റിക്വസ്റ്റ് അവിടെയൊക്കെ പറയുകയും പ്രാർത്ഥിക്കുകയും വിടുതലുകൾ കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടതും അനുഭവിച്ചവരുമാണ്. പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ വരുന്ന ശനിയാഴ്ച ദിവസം നമ്മുടെ ലിവിംഗ് വാട്ടർ ചർച്ചിൽ വെച്ച് നമുക്കറിയാമല്ലോ കഴിഞ്ഞ 50 വർഷം ഈസ്റ്റർ ടു പെന്റക്കോസ്റ്റ് 50 days ഇവാഞ്ചലിസം പ്രോഗ്രാം ഈ പട്ടണത്തിൽ പല സ്ഥലങ്ങളിലായി സിറ്റികളിലായി
നാം കടന്നുപോയി പ്രവർത്തിക്കുകയുണ്ടായി. അതിന്റെയൊക്കെ ഭാഗമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് അതിന്റെ ക്ലോസിംഗ് പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് സെറമണി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് മീറ്റിംഗ് എന്ന് പറയാം. പ്രത്യേകിച്ചും ഇവിടെയുള്ള എല്ലാവരെയും പാസ്റ്റർ ബദേല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കടന്നു വരണമെന്ന് രാവിലെ 10 മണിക്കാണ്, അതായത് ഈ കമ്മിങ് സാറ്റർഡേ ആണ്. പ്രത്യേകം നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും കടന്നു വരികയും ചെയ്യണം. ആ സാറ്റർഡേയുടെ ജസ്റ്റ് ബിഫോർ ഫ്രൈഡേ നൈറ്റ് നമുക്കിവിടെ ഈ പട്ടണത്തിൽ എല്ലാ മാസവും ഹോൾ നൈറ്റ് പ്രെയർ അല്ല, നൈറ്റ് പ്രെയർ ഉണ്ട്. നൈറ്റ് പ്രെയർ ആരംഭിക്കുന്നത് 8:30 രാത്രി 8:30 തുടങ്ങി 1 മണിക്ക് എല്ലാം കൺക്ലൂഡ് ചെയ്യും. അതിനിടയിൽ ഒരു ചെറിയ ബ്രേക്കും ഉണ്ട്. നിങ്ങൾ അവിടെ കടന്നു വന്ന് രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് ഒരു അനൗൺസ്മെന്റ് ആയിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ചും ഈ പറയപ്പെട്ട വിഷയങ്ങൾ, ഈ പട്ടണത്തിൽ നടക്കുന്ന ജോണിക്കുട്ടി പാസ്റ്റർ ആയിരിക്കും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ചും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു മരണമോ അല്ലാതെ ഒരു മഴയോ ബുദ്ധിമുട്ടോ ഒന്നും വരാതെ ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ ഉപവാസ പ്രാർത്ഥന നടക്കുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. സ്തോത്രം. കർത്താവേ, ഈ സമയത്തിനാണ് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ മുറിയിൽ കടന്ന് വന്ന സമയം തൊട്ട് കാൽവച്ച സമയം തൊട്ട് ദൈവസാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവസാന്നിധ്യത്തിന്റെ മറവില് ഞങ്ങൾ ദൈവം വാകെ സമർപ്പിച്ച വിഷയങ്ങളുമേലെ കർത്താവ് ഉത്തരവിട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തടസ്സമെല്ലാം മാറ്റിയിട്ട് കർത്താവേ, ഹല്ലേലൂയ, താങ്ക് യു. ദൈവനാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയത്ത് കർത്താവേ, ഹല്ലേലൂയ, ഈ സിറ്റിയുടെ ഹല്ലേലൂയ ഉണർവിന് വേണ്ടി ആമേൻ ഒരു വർഷമായി പ്രിപ്പയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ജൂൺ മാസം 7-ാം തീയതി തൊട്ട് 13-ാം തീയതി വരെ ഈ സിറ്റിയുടെ മേൽ ദൈവത്തിന്റെ ഹല്ലേലൂയ മേഘ സംഭവം വരുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. സ്തോത്രം. കാലാവസ്ഥ അവിടുന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴ ഉണ്ടാകാനിടയാക്കില്ലേ. ഹല്ലേലൂയ. ഓരോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകില്ലേ, ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകില്ലേ കർത്താവേ. ഈ ദിവസങ്ങളില് ദൈവജനങ്ങൾ കടന്നു വരാൻ തടസ്സമായിട്ടുള്ളല്ലോ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. 85ഓളം വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായ കപ്പിള് അവർ ഈ മീറ്റിംഗിന് ഹല്ലേലൂയ ആമേൻ തങ്ങളുടെ പൂർണ്ണ ബലവും ആരോഗ്യവും സമയവും സൗകര്യം ചെലവഴിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഈ സിറ്റിക്ക് ഒരു വിടുതലായി തീരണം, പലരുടെയും ജീവിതത്തിൽ ഒരു വിടുതലായി തീരണം. പല കുടുംബങ്ങള് ഹല്ലേലൂയ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതിനൊരു സൊല്യൂഷനായി മാറണം. രോഗികളെ സൗഖ്യമാകണം, പിന്മാറ്റക്കാർ തിരിച്ചു വരണം, പാപികൾ മാനസാന്തരപ്പെടണം. നാമതേ ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഓൾമോസ്റ്റ് ക്രിസ്ത്യനിൽ നിന്ന് ഒട്ടുകലർ ക്രിസ്ത്യനായി മാറുന്നവർ അനുഭവം ആക്കി മാറ്റിമാറാക്കണമേ. അവിടുന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദേവദാസന്മാർക്കായി സ്തോത്രം. അഭിഷേകത്തോടെ അവരെ അയക്കണം കർത്താവേ. പുത്തൻ അഭിഷേകം അവരുടെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ആഹാരം വിളമ്പാൻ നീ അവരെ പ്രാപ്തരാക്കണമേ കർത്താവേ. എല്ലാ പ്രതിബന്ധങ്ങളെ മാറ്റണമേ. യാത്രകളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളെ ഓൾസോ ഹല്ലേലൂയ ഈ സിറ്റിയിലെ ഹല്ലേലൂയ 50 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന റിവൈവൽ മീറ്റിംഗ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ സമാപന ദിവസം ഹല്ലേലൂയ വരുന്ന സാറ്റർഡേ നിന്റെ ജനങ്ങൾ ഒന്നിച്ചു കൂടി അഭിഷിക്തരായ ദേവദാസന്മാരിൽ കൂടി വചനങ്ങളും കേട്ട് ദൈവത്തിന് മഹത്വം കരയറ്റുമ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദൈവമഹത്വം വെളിപ്പെടണമേ പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ടത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജാഗരിപ്പാൻ ജനങ്ങളെ കൂട്ടി വരുത്തുമാറാകണേ പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. തുടർന്ന് ജൂലൈ നടക്കാൻ പോകുന്ന യൂത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കോൺഫറൻസും ഞങ്ങൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യോട് അന്ത്യോടത്തെ കൃപയും സാന്നിധ്യവും ഹല്ലേലൂയ ഉണ്ടായിരിക്കണം. മാനവും മഹത്വം അവിടുന്ന് തന്നെ എടുക്കണം. ഈ സമയങ്ങളിൽ സമ്മർ ടൈം കഴിയുമ്പോൾ
കർത്താവേ, ചിലരുടെയൊക്കെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടണം. അതിനിടയാക്കിയാട്ട് അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിവരങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ജോസ് ബേറിനും സിസ്റ്റർ എൽസിയുടെയും പൈതൽ ടീന നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ടീനയ്ക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺ പൈതലിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം നൽകിക്കൊടുത്തു. കർത്താവിന് എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം. കുടുംബത്തിൽ വളരെ സന്തോഷത്തിലാണ്. നാമും ആ സന്തോഷത്തിൽ ചേരുന്നു. നമുക്ക് പ്രത്യേകിച്ചും ആ പൈതലിനെയും ശുശ്രൂഷിക്കുവാനും ഒക്കെ മാതാപിതാക്കളെയും അതുപോലെ ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ ദൈവം സഹായിക്കുവാൻ നാം തുടർന്നും പ്രാർത്ഥിക്കാം. അതുപോലെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ ഈ പട്ടണത്തിലുണ്ട്. പാസ്റ്റർ ജോൺ കുര്യന്റെ മാതാവ്, 101 വയസ്സുള്ള പ്രിയ മാതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവിന്റെ ദാസന് നാട്ടിലേക്ക് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകാൽ നിങ്ങൾ കർത്താവിന്റെ ദാസനെ ഓർത്ത്, പാസ്റ്റർ ജോൺ കുര്യനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഒരു ഹോം ഗോയിങ് സർവീസും അതുപോലെ ക്രിമേഷനും ഒക്കെ നടക്കുകയുണ്ടായല്ലോ. ബ്രദർ കെ കുര്യൻ ട്രൂ ലൈറ്റ് ചർച്ചിലെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. ചില കുടുംബങ്ങൾക്കൊക്കെ, നാം അറിയുന്ന കുടുംബങ്ങൾക്കൊക്കെ ബന്ധമുള്ള ഒരു കുടുംബമാണ്. പ്രത്യേകിച്ചും ദുഃഖത്തിലായിരിക്കുന്ന 3 ആൺ കുഞ്ഞുങ്ങളാണ്. ആ പ്രിയപ്പെട്ടവരെയും ആ കുടുംബത്തെയും ആ സഹോദരിയും ഒക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നാം ഈ പറയപ്പെട്ട വിഷയങ്ങൾ, ദുഃഖത്തിലായിരിക്കുന്നവരെയും രോഗികളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം നമുക്കൊന്ന് ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, നല്ല ദൈവമേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പകല്, ഒരു സന്ധ്യയുടെ യാമം കർത്താവ് ഞങ്ങൾക്ക് തന്നല്ലോ. അതിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങളെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഞങ്ങളെ നടത്തി കൊണ്ടുവന്നു. എല്ലാറ്റിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജോൺ കുര്യൻ പാസ്റ്ററിന് വേണ്ടിയും ആ കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അവരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് നാട്ടിലേക്ക് കടന്നു പോകുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവിടെയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തേജസ്വേറിയ ഒരു ശുശ്രൂഷ നാട്ടിൽ നടക്കുവാൻ കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുര്യൻ അങ്കിളിന്റെ ആ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, കർത്താവ് ദാസി, എല്ലാവരെയും കർത്താവെ, സഹോദരങ്ങളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മധ്യത്തിൽ ബലഹീനരും ക്ഷീണിതരും രോഗത്തിലുമൊക്കെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാം കർത്താവിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മായ ബേബിക്ക് വേണ്ടി പ്രത്യേക ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൈതലിനോട് കർത്താവ് മനസ്സലിഞ്ഞ് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ പ്രീതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരം നീട്ടി സൗഖ്യമാക്കണം, കർത്താവ് ഒന്ന് തൊടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്താട്ട് കർത്താവെ, ഞങ്ങൾ മേരി സിസ്റ്ററിന് വേണ്ടി പ്രത്യേകാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കരം അവിടെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റു പല പ്രിയപ്പെട്ടവരും ഞങ്ങൾ അറിയുന്നവര് ശരീരത്തിൽ ബലഹീനരായിട്ടും ക്ഷീണിതരായിട്ടും പ്രായത്തിന്റെ ക്ഷീണത്തിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവം താങ്ങിക്കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവർക്കും ബലവും സൗഖ്യ ആരോഗ്യം കർത്താവ് കൊടുക്കണം. ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കാണുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ശക്തരായ സുവിശേഷകരായി ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളുടെ രാജ്യം ഒരിക്കലും കർത്താവെ സ്തോത്രം പിന്മാറി പോകുവാൻ, കർത്താവിന് വേണ്ടി മുന്നോട്ട് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ലീഡേഴ്സിനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിന്റെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കർത്താവ് അറിയാമല്ലോ. കർത്താവെ, അവിടൊക്കെ ദൈവം പ്രവർത്തിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റഷ്യ യുക്രൈൻ വാർ അറുതി വരുവാൻ ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകുവാൻ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളിലെ നാട്ടിലായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, സെലിസിയൊക്കെ ക്ഷേമത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നതിനാൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള
കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിവാഹ പ്രായത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി തക്ക തുണകളെ ദൈവം നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജെയിംസ് ചാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ നാട്ടിൽ കടന്നു പോയിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ കരം അവിടെ കൂടെ ഇരുന്ന് സഹായിച്ച് ദൈവമേ ക്ഷേമത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ മടക്കി കൊണ്ടുവരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തങ്കച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കർത്താവെ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങളോട് സംസാരിക്കണം, ദൈവവചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ ഞങ്ങളുടെ കർത്താവെ വളരെ ഏകാഗ്രതയോടുകൂടെ നിന്റെ സന്നിധാനിക്കുവാൻ സഹായിച്ചാട്ട് കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ ഓൺലൈനിൽ കാണുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Father God, we pray and we bless each and every brothers and sisters who are watching us online. You may bless them, Lord, whatever they are going through in their life, whatever their needs are. Lord, you may meet all their needs, oh Master. Lord, you may touch them if they have not accepted Jesus as their personal Savior and Lord. We pray that they may accept Jesus as their personal Savior and Lord tonight, oh Master. Lord, you may touch them, Lord. ഞങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഈ പ്രിയ ഭവനത്തെ ക്രിസ്ത്യൻ ജെസ്സിയെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭവനം കർത്താവെ അനേകർക്ക് ഈ പട്ടണത്തിന് ഒരു അനുഗ്രഹമായി നിർത്തിയിരിക്കാൻ നന്ദി പറയുന്നു. ഇവിടെ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ സ്തോത്രം. അവരുടെ ഭാരമുള്ള വിഷയങ്ങളുണ്ട്, അതെല്ലാം ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജിബിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഒരു സ്പീഡി റിക്കവറി ഞങ്ങൾ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. വളരെ സന്തോഷത്തോടെ വലിയ മുഖവരെയൊന്നും കൂടാതെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ഫിലിപ്പ് അവരുടെ പരിചയപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസൻ കേരളത്തിൽ റാന്നിയിലുള്ള അനുഗ്രഹീതനായ ദേവദാസനാണ്. ഇപ്പോൾ ലൂവസ് സഭ സെൻട്രൽ ശുശ്രൂഷയൊക്കെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസന് ഇപ്പോഴൊരു ലോക്കൽ പ്രവർത്തനമായി കറ്റാനത്ത് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവിന്റെ ദാസൻ ഒരു up to 8:55 ഒരു 15 minutes കർത്താവിന്റെ ദാസൻ വചനത്തിൽ കൂടി നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. നാം എല്ലാവരും വളരെ ഏകാഗ്രതയോട് വളരെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസനിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ഫിലിപ്പ് അവരുടെ ഈ കൂട്ടായ്മയുടെ നാമത്തിൽ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവില് ഇന്ന് രാത്രിയായിരിക്കാൻ ഇടയാക്കി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. എനിക്ക് ഇവിടെ വരുവാൻ ഇടയായിട്ട് തീർന്നത് നമ്മുടെ കർത്താവദാസൻ സുജൻ മൂലമായിട്ടാണ്. ജാനുവരി മാസത്തിൽ ചർച്ചക്കോടിൻ്റെ സ്റ്റേറ്റ് കൺവെൻഷനിൽ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടാനിടയായി. ആക്ച്വലി ഞങ്ങൾ കുടുംബമായിട്ട് മാർച്ച് മാസത്തിൽ ഇവിടെ വരേണ്ടതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മോള് ഹൂസ്റ്റണിലുണ്ട്, മിസോറി സിറ്റിയിൽ. അവളുടെ പ്രസവത്തോടനുബന്ധിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയാനിടയായിട്ട് തോന്നുന്നു. പക്ഷേ ആ സമയത്ത് ഫ്ലൈറ്റ് ഒന്നുമില്ലാഞ്ഞതിനാൽ വരാൻ കഴിഞ്ഞില്ല. മെയ് മാസം 1-ാം തീയതി ഞങ്ങൾക്കിവിടെ വരാനിടയായി. ഞങ്ങളിവിടെ വന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയോട് പറഞ്ഞു ഇവിടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അതിന് വന്ന് സംബന്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കിവിടെ വരാനിടയായത്. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ ഇടയായതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ മകൾ അത് പ്രസവിപ്പാനിടയായി തീർന്നു. ഞങ്ങളുടെ 6ാമത്തെ കൊച്ചുമകനായിട്ടൊരു ആൺകുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ചില പ്രീമച്ചുറായിരുന്നെങ്കിൽ തന്നെയും അവനിപ്പോൾ ആരോഗ്യം പ്രാപിച്ച് ബലം പ്രാപിച്ചു വരുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക, കർത്താവ് സഹായിക്കട്ടെ. നീണ്ട ഒരു 20 വർഷത്തിന് മുമ്പ് ഇവിടെയുള്ള ഒരു സഭ എനിക്ക് 3 മാസത്തെ പ്രോഗ്രാം ക്രമീകരിച്ച് പേർപ്പസ് എല്ലാം അയച്ചു തന്നു. ഞാൻ ആ പേർപ്പസുമായിട്ട് മദ്രാസിൽ പോയി. മദ്രാസിൽ പോയപ്പോൾ സായിപ്പാണ് ഇൻ്റർവ്യൂ ചെയ്തത്.
അദ്ദേഹം ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മറുപടി പറഞ്ഞെങ്കിലും എനിക്ക് അദ്ദേഹം വിസ തന്നില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ പോയി. ഞാൻ പിന്നെ ഇവിടെ വരാനായിട്ട് ഉത്സാഹിച്ചിട്ടേ ഇല്ല. സ്തോത്രം. നാട്ടിലെ പാസ്റ്റർമാർ അങ്ങനെയല്ല, ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും അടുത്ത പ്രാവശ്യം പോകും, അത് കിട്ടിയില്ലേ പിന്നെ അടുത്ത പ്രാവശ്യം പോകും. എനിക്കതിന് സമയം വളരെ കുറവാണ്. കർത്താവിൻ്റെ സ്തോത്രം. 42 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 14 വർഷം ഞാൻ ചർച്ചക്കോടിന്റെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. ചർച്ചക്കോടിന്റെ നിയമം അനുസരിച്ച് 65 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് ആണ്. പിന്നെ സഭയും ചാർജും എല്ലാം വിട്ടിട്ട് വീട്ടിൽ പോയി താമസിക്കണം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കർത്താവ് എനിക്ക് ശുശ്രൂഷ തന്നിട്ടുള്ളത് കൊണ്ട് അഡ്വാൻസ് ആയിട്ട് 1 വർഷം മുമ്പ് ഞാൻ സെൻട്രൽ വിട്ടു. സെൻട്രൽ വിട്ടിട്ട് ലോക്കൽ എടുത്തു. അങ്ങനെ കറ്റാന സെൻട്രലിൽ ഞക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇവിടേക്ക് വരുവാൻ വേണ്ടി മക്കളുടെ പേപ്പേഴ്സ് എല്ലാം അയച്ചു തന്നു. ഞാൻ ആ പേപ്പേഴ്സുമായിട്ട് മദ്രാസിൽ പോയി. മദാമയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്തായാലും പ്രാർത്ഥിച്ച് കയറി. സ്തോത്രം. ഞാൻ മുമ്പിൽ നിന്നു, വൈഫ് പുറകിൽ നിന്നു. അപ്പൊ മദാമ ചോദിച്ചു, എന്തിനാ അമേരിക്കയിൽ പോകുന്നേ? ന്യായമായ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, എന്റെ മോളെ കണ്ടിട്ട് 2 വർഷമായി, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. സ്തോത്രം. മദാമ ചിരിച്ചുകൊണ്ട് വേറൊന്നും ചോദിക്കാതെ 10 വർഷത്തേക്ക് വിസ അടിച്ചു തന്നു. 20 വർഷത്തിന് മുമ്പ് നടക്കാഞ്ഞത് ഈ പ്രാവശ്യം നടക്കാനിടയായിട്ട് തോന്നുന്നു. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഹൂസ്റ്റണിലല്ല ഇറങ്ങി, ഡാളസിൽ ഇറങ്ങിയത്. അവിടുന്ന് മോൻ വന്ന് കളക്ട് ചെയ്യായിരുന്നു. അപ്പം അവിടെ വന്നപ്പം സായിപ്പാണ് ഇരിക്കുന്നത്. 60 വയസ്സ് ഏകദേശം പ്രായമുണ്ട് ആ സായിപ്പിന്. അപ്പൊ പ്രാർത്ഥിച്ച് നമ്മളങ്ങ് കയറി ചെല്ലുകയാണ്. സ്തോത്രം. ഇവിടെ കുറച്ച് കടമ്പകളുണ്ട്. ചിലരെ പെട്ടെന്ന് തിരിച്ചുവിടും, അടുത്ത ഫ്ലൈറ്റിൽ അവർ തിരിച്ച് കയറ്റി വിടും. ഞങ്ങൾ പ്രാർത്ഥിച്ച് കയറി ചെന്നു. പാസ്പോർട്ട് കൊടുത്തപ്പോൾ സായിപ്പ് പറഞ്ഞു, ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു, വെരി ഗുഡ് മോർണിംഗ്. അപ്പം എന്നോട് ചോദിച്ചു, വാട്ട്സ് യുവർ ലാസ്റ്റ് നെയിം? പറഞ്ഞു, എൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. വൈഫിന്റെ അവസാനത്തെ പേരെന്താ? സണ്ണി. ഓ, സണ്ണി ഫിലിപ്പ്. ഓക്കെ എന്ന് പറഞ്ഞ് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഞങ്ങളെ പുറത്തു വിട്ടു. സ്തോത്രം. സാധാരണ ചോദിക്കും, എത്ര നാളത്തൊക്കെ ഇവിടെ വന്നേ, എവിടെ താമസിക്കും, ഡോളേഴ്സ് എല്ലാം കയ്യിലുണ്ടോ, നിങ്ങൾ മടങ്ങിപ്പോകുമോ അതോ ഇവിടെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമോ? ഇതൊക്കെ അവർ ചോദിക്കേണ്ട ചോദ്യമാണെങ്കിലും ഇതെല്ലാം സ്വർഗം ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും ചോദിക്കാതെ ഞങ്ങൾക്ക് പുറത്തു വരാനിടയായിട്ട് തോന്നുന്നു. അവയെ ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്ന ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കുന്നു. എനിക്ക് 3 മക്കളാണ്. സ്തോത്രം. ഞങ്ങൾ പാസ്നേജിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു ചെറിയ വീട് വെച്ചു. വീട്ടിൽ താമസിച്ച് ശുശ്രൂഷയിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഞാൻ മറ്റു വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ മൂത്ത മകൻ അവര് മോഡെ ഹൈസ്റ്റേഡിൽ ബന്ധത്തിൽ അവർ ഓസ്ട്രേലിയയിൽ പോയിരുന്നു. അന്ന് ഞാൻ കൊമളി സെൻട്രൽ പാസ്റ്ററാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, പപ്പ ഇവിടെ ഒന്ന് വരണം, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോഴേ ഒന്ന് വരാൻ പറ്റുള്ളല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് വരാൻ സമയമില്ല. കാരണം ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്ന് ആരും വരികയില്ല. അത് സെൻട്രൽ പാസ്റ്റർമാർ തന്നെയാണ്. കല്യാണമായാലും ഹൗസ് വാമിംഗ് ആയാലും അടക്കമായതെല്ലാം അവരാ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല, സമയമില്ല. പപ്പ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോഴേ ഒന്ന് വരാൻ പറ്റും. സാധാരണ അപ്പനും അമ്മയൊക്കെ പോയിട്ടാണ് പിള്ളേരെ എന്ത് ചെയ്യുന്നത്, ഗൾഫിലും അമേരിക്കയിലും ഒക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒക്ടോബർ 16 ഒക്ടോബർ 31 ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി. 3 മാസം അവിടെ ഉണ്ടായിരുന്നു. ശുശ്രൂഷകളൊക്കെ ലഭിക്കാനിടയായി തോന്നുന്നു. അങ്ങനെ ആ ഒരു രാജ്യത്തും മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. രണ്ടാമത് ഇവിടെ വരുവാനിടയായതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മൂത്ത മകന് കാനഡയിലായിരിക്കുന്നു. അവർ 9 വർഷമായി കാനഡയിലായിരുന്നു. ആ മൂത്ത മകൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ആ കുഞ്ഞിനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്നിരുന്നു. സ്തോത്രം. ഈ 26 ഫെബ്രുവരി മാസം ലാസ്റ്റില് കേംബ്രിഡ്ജ് പെന്റക്കോസ്റ്റൽ മലയാളി ചർച്ചിന്റെ പാസ്റ്ററായിട്ട് അവനെ സെലക്ട് ചെയ്തു. ഒത്തിരി പേരെ അവരെ സെലക്ട് ചെയ്തു. പാസ്റ്റർമാരെ സെലക്ട് ചെയ്യുന്നത് മെസ്സേജ് കേൾക്കും എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ഒത്തിരി
ദൈവദാസന്മാർ വന്ന് അവിടെ ശുശ്രൂഷിച്ചു. പക്ഷേ സരസം കിട്ടിയത് എൻ്റെ മോന് വേണ്ടിയായിരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ അവന് സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ മകന് അവൻ കാനഡയിലെ വിന്നിപ്പഗ് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്നു. അവൻ 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. മോളാണ് ഇളയത്. 20-ലാണ് അവിടെ കല്യാണം നടന്നത്. ഈ പ്രാവശ്യമാണ് കുഞ്ഞുണ്ടായി. 2 വർഷമായുള്ള നാട്ടിൽ വന്നിട്ട്. അങ്ങനെ 6 കൊച്ചുമക്കള് ഞങ്ങൾക്കുണ്ട്. ഓർക്കുമ്പോഴൊക്കെ ദൈവമക്കളെ പ്രാർത്ഥിക്കുക, കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവദാസൻ സുജംദാർ എന്നോട് പറഞ്ഞപ്പോൾ മുതൽ ഈ സഭയിൽ പറയാനുള്ള ദൂതിന് വേണ്ടി ഞാൻ ദൈവസഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും വേദപുസ്തകം തുറന്ന് എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ശുശ്രൂഷയല്ല കർത്താവ് എനിക്ക് തന്നിരിക്കുന്നേ. ഒരു ദേശത്തേക്ക് അല്ലെങ്കിൽ ഒരു സഭയിലെ കർത്താവിനെ അയക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കും. കർത്താവെ, അവിടെ വരുന്ന ജനത്തിന് ഞാൻ എന്ത് ദൂതാ കൊടുക്കാനുള്ളത്? അത് പ്രാർത്ഥിച്ച് എനിക്ക് തന്ന ദൂതുമായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്ന വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. 66-ാം സങ്കീർത്തനം 10, 11, 12 വചനങ്ങൾ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായിട്ട് വായിക്കുകയാണ്. 66-ാം സങ്കീർത്തനം, Psalm 66 verse 10, 11 and 12. Yes. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. ഈ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാത്രി പറയുവാൻ കർത്താവ് എനിക്ക് തന്ന ദൂത്, ജീവിതത്തിൽ ചില അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ളതാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും അതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി. ആമേൻ. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ആമേൻ. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയതിന് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ അവൻ നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ആ വേദനയുണ്ടല്ലോ, കഴിഞ്ഞ നാളുകളിൽ ആ ഭാരമുണ്ടല്ലോ, കഴിഞ്ഞ നാളുകളിൽ ആ പ്രയാസമുണ്ടല്ലോ, കഴിഞ്ഞ നാളിലെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അവ നമ്മളെ തകർക്കാൻ വേണ്ടിയല്ലായിരുന്നു, മറിച്ച് ജീവിതത്തിൽ നമ്മെ ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയായിരുന്നു. എന്റെ മെസ്സേജ് സമൃദ്ധിയിലേക്ക്, അതേ സമൃദ്ധിയുടെ മെസ്സേജ് അല്ല, പക്ഷേ ജീവിതത്തിൽ ചിലതിലേക്ക് കടന്നു പോകുന്നത് നമ്മയുടെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഇരിങ്ങാലക്കുട സഭയിലെ ശുശ്രൂഷനായിരിക്കുന്ന അവസരത്തില് ഒരു രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലം എനിക്ക് കർത്താവ് കാണിച്ചു തന്നു, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു സൈക്കിൾ പോലും ഇല്ല. സ്തോത്രം. ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈഫിനോട് പറഞ്ഞു, കർത്താവ് എനിക്കൊരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ രാവിലെ അവിടേക്ക് പോകുകയാണ്. ഞാൻ താമസിക്കുന്ന ആ സ്ഥലത്തു നിന്ന് നടന്ന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട്, സ്തോത്രം, ആ കർത്താവ് പറഞ്ഞ ആ സ്ഥലത്തേക്കുള്ള വണ്ടി, കാരണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ബസ് കയറി. കാരണം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ബാക്കിലെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി. എനിക്ക് ആ ദേശവുമായിട്ട് ഒരു പിടിയുമില്ല, ഒരു പരിചയമില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഞാൻ എങ്ങോട്ട് പോകണം? അപ്പോൾ കർത്താവ് പറഞ്ഞു, പുറമോട്ട് നടന്നിട്ട് ഇടത്തോട്ടുള്ള വഴിയെ മുൻപോട്ട് പോകണം. ഞാൻ വണ്ടി ഇറങ്ങി പുറമോട്ട് നടന്നിട്ട് ഇടത്തോട്ടുള്ള വഴിയെ മുൻപോട്ട് പോവുക. അങ്ങനെ പോയി കുറച്ച് ഒന്ന് കഴിഞ്ഞപ്പോൾ ഇരുവശവും പാടമാണ്. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാൻ ഇനി എങ്ങോട്ടാ പോകേണ്ടത്? കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇടത്തോട്ട് തിരിഞ്ഞു പോകണം. ആമേൻ. ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞു പോകുക. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെയാ കർത്താവിനെ കൊണ്ടുപോകുന്നത് എനിക്ക് യാതൊരു പിടിയുമില്ല. കുറച്ചുകൂടെ മുൻപോട്ട് കർത്താവ് പറഞ്ഞു, വലതുവശത്ത് അല്പം കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ വലതുവശത്ത് ഒരു വീടുണ്ട്, ആ വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് പറഞ്ഞു. ഞാൻ നടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ വലതുവശത്തൊരു വീടുണ്ട്. സ്തോത്രം. ആ വീടിന്റെ മേൽക്കൂരയിൽ ഈർക്കിലും മാത്രമേ ഉള്ളൂ, ഓലയുടെ ഒരു പാളി പോലും ഇല്ല. സ്തോത്രം. ഒരു കൊച്ചു വീട്. ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്ന് ആ വീട്ടുകാരെ വിളിച്ചു.
ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരു അസ്ഥിക്കോലമായ ഒരു സ്ത്രീ, കവിളുകൾ ഒട്ടി കണ്ണുകൾ കൊഴിഞ്ഞ് അസ്ഥിക്കോലമായ സ്ത്രീ അകത്തുനിന്നും ആ കൊച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഒരു കൈലി ഉടുത്തിട്ടുണ്ട്. ഞാനൊരു ദൈവദാസനാന്ന് പറഞ്ഞപ്പോൾ ആ കൈലിയുടെ ഒരു ഭാഗം മറിച്ചിട്ട് എന്നോട് പറഞ്ഞു കേറി വരാം, പക്ഷേ ഇരിക്കാനായിട്ട് ഒരു മാർഗവുമില്ല, ഒരു കൊരണ്ടി പോലും ഞങ്ങളുടെ വീട്ടിലില്ല, തറയിലേക്ക്. ഞാൻ പറഞ്ഞ തറയിലിരിക്കാൻ കുഴപ്പമില്ല. അദ്ദേഹം അവരുടെ ഭർത്താവിന്റെ ഡബിൾ മുണ്ട് കൊണ്ട് നിലത്ത് വിരിച്ചിട്ട് ഞാൻ ആ നിലത്തിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരണമെന്ന് കഴിഞ്ഞ രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാ വന്നു എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ 13 വയസ്സുള്ള സ്മിത എന്ന് പറയുന്ന പെൺകുട്ടി, ഹല്ലേലൂയ, ഒരു പാത്രത്തില് കുറച്ച് സാധനവുമായിട്ട് വന്നിട്ട് അവള് പറയുക, അതേ പാസ്റ്റങ്ങളെ ഇത് കണ്ടോ, ഞങ്ങളുടെ അപ്പന്റെ ജോലിക്ക് പോയി, അപ്പം പോയി കഴിഞ്ഞ ശേഷം ഇത് അമ്മ വിഷം കലക്കി വെച്ചിരിക്കുകയാ, ഇത് കുടിച്ച് ഞങ്ങൾ 4 പേരും കൂടെ മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാ. ഞാനത് പാത്രത്തിൽ നിന്ന് വാങ്ങിച്ച് ആ പാത്രത്തിൽ ഉൾപ്പെടെ വെളിയിലെ കളഞ്ഞിട്ട് പറഞ്ഞു, അതെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ അവർക്ക് വേണ്ടി അന്ന് പകൽ പ്രാർത്ഥിച്ചു. ആമേൻ. അവരുടെ പേര് സരസ്വതി എന്നാണ്, അയാളുടെ പേര് ശിവൻ എന്നാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇത് പ്രാർത്ഥിച്ചു. സ്തോത്രം. അതിനുശേഷം ഞാൻ സഭയിൽ വന്നു പറഞ്ഞു, ഇതുപോലൊരു വീട്ടിൽ കർത്താവ് എന്നെ അയച്ചു, നമുക്ക് അവരെ സഹായിക്കണം. ഹല്ലേലൂയ. മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകത്തില്ല, മുഴുവനും അകത്തെ വീഴത്തുള്ളൂ. ഓല വാങ്ങിക്കാൻ കാശ് തിരിച്ചു കൊടുത്താൽ അവര് മറ്റതിനു വേണ്ടി പലപ്പോഴും ചെലവാക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പെരമയാനായിട്ട് അവർക്ക് വേണ്ടി ഓല വാങ്ങിച്ചു കൊടുത്തു, ആൾക്കാരെ നിർത്തി ഞങ്ങളത് മേഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സകല സാധനങ്ങളും ഞങ്ങൾ ആ വീട്ടിൽ എത്തിച്ചു, അവരെ സഹായിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവര് കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിന്റെ കൽപ്പന അവരനുസരിച്ചു. ഒരു ശിവനും ഒരു സരസ്വതിയും കർത്താവിന് സ്തോത്രം. അതിനുശേഷം ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് വിദേശങ്ങളിലെ പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു നല്ല വീട് വെച്ചു കൊടുത്ത ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് കുടുംബമായിട്ട് പോരാനിടയായി തീർന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പക്ഷേ അതിന്റെ ഫലം തിന്മയാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വന്നാലും അതിനപ്പുറത്ത് ജീവിതത്തിൽ വരുന്നതിന് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആമേൻ. എത്ര പേർക്ക് ഇന്ന് പകൽ രാത്രികാലം വിശ്വസിക്കാൻ കഴിയും, കഴിഞ്ഞ നാളുകളിലെ എന്റെ ജീവിതത്തിലെ വേദനയുണ്ടല്ലോ, ആ ഭാരമുണ്ടല്ലോ, ആ രോഗമുണ്ടല്ലോ, ആ ദുഃഖമുണ്ടല്ലോ, ആ കഷ്ടമുണ്ടല്ലോ, അതെന്നെ തകർക്കാനല്ലായിരുന്നു, മറിച്ച് അതിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ ഞാൻ മനസ്സിലാക്കാനായിരുന്നു. ഇന്ന് പകൽ രാത്രികാലം വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചു. അടുത്ത് എഴുതിയിരിക്കുന്നേ, വലയിലകപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അനങ്ങാൻ കഴിയാതെ, പുറത്തു പോകുവാൻ കഴിയാതെ, വലക്കകപ്പെട്ട, അതിനകത്തകപ്പെട്ട, വലക്കുള്ളിലകപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നു പോയത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയുവാൻ കഴിയും? അടുത്തത് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ മുതുകത്ത് ഊരാൻ കഴിയത്തില്ല, നിവരുവാൻ കഴിയത്തില്ല. കർത്താവേ, ഈ പട്ടണത്തിൽ എങ്ങനെ നിവർന്നു നിൽക്കും? കർത്താവേ, ഈ പട്ടണത്തിൽ എങ്ങനെ നിവർന്നു നിൽക്കും എന്ന് ചോദിച്ച രാത്രിയുടെ സമയങ്ങൾ ജീവിതത്തിന്റെ ഏകാന്തതയിൽ ഈ രാജ്യത്ത് നിലനിർത്തിയത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. പലപ്പോഴും നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത സ്ഥാനത്തു അതിന്റെ നടുവില് തമ്പുരാൻ നിർത്തിയത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. കർത്താവിന് സ്തോത്രം. അടുത്ത് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരടാ എന്ന് ചോദിച്ചാൽ എന്താടാ?
ഇപ്പൊ തലേ കയറി ഓടുമാറായിട്ടും സ്തോത്രം പഞ്ചപുച്ഛ മടക്കി നിൽക്കുകയാ. അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് രാത്രി വന്നവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ചത്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഭാരപ്പെട്ടത്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ സഹിച്ചത്, അത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പ്ലാനായിരുന്നു, ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1985 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് സ്തോത്രം ഞങ്ങള് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോഴാണ് നാട്ടിലോ വിവാഹം കഴിച്ചു പോകുന്നത്. നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് പെണ്ണ് കാണാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ കണ്ടു, എനിക്ക് 1-2 കാര്യം ചോദിക്കാനുണ്ട്. വടക്കേ ഇന്ത്യയിലെ കർത്താവിന്റെ വേല ചെയ്യുന്നയാളാണ് ഞാൻ. ഒന്ന്, അവിടെ പട്ടിണി ഉണ്ടാകും. പട്ടിണി കിടക്കാൻ തയ്യാറാണോ? എന്നോട് തലയാട്ടി പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. തണുപ്പും ചൂടും ഉണ്ടാകും. ചിലപ്പോ കടത്തിടയിൽ കിടക്കേണ്ടി വന്നേക്കാം. സമ്മതമാണോ? സമ്മതമാണ്. ഓക്കെ, വാക്ക് കൊടുത്തിരിക്കുന്നു. 55 ജനുവരി മാസം 17-ാം തീയതി കല്യാണം കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷയുടെ ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉച്ചക്കത്തേക്ക് ചോറ് വയ്ക്കാനായിട്ട് അരിയില്ല. അന്ന് സ്റ്റൗവാണ്, പ്രഷർ സ്റ്റൗവാണ്. കുഴപ്പമില്ല, പ്രഷർ സ്റ്റൗ കത്തിച്ച് ചരുവത്തിൽ വെള്ളമിട്ടിട്ട് അത് നമുക്ക് പായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, എണ്ണ തീർന്നു പോകത്തില്ലേ? കുഴപ്പമില്ല, സ്റ്റവിൽ ചരുവത്തിൽ വെള്ളം കിടന്ന് തിളക്കട്ടെ. നമ്മൾ ഇന്ന് ആ പാത്രത്തിലെ വെള്ളത്തിൽ അരിയിട്ട് ചോറ് വെച്ച് നമ്മൾ കഴിക്കും. സ്തോത്രം. അപ്പം ചോദിച്ചിട്ടാ വന്നത്, പട്ടിണി കൊണ്ട് സഹിക്കാൻ തയ്യാറാണോ? രണ്ടുപേരും കൂടെ പായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു 11:30 മണി ആയപ്പോൾ ആരോ കഥയിൽ വന്ന് മുട്ടി. ഞാൻ ആരോ മുട്ടുന്നു. തുടപ്പോൾ പോസ്റ്റ്മാനാണ്. ചോദിച്ചു, പാതിരി സാറ് എന്തെടുക്കുമായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നു. ഓ, എന്തിനാ പ്രാർത്ഥിച്ചേ? വാ കാണിക്കാം. ഇയാളെ വിളിച്ച സർദാർജിയാ, ഇയാളെ വിളിച്ച അടുക്കളയിൽ കൊണ്ടുപോയി. ഇത് കണ്ടോ, സ്റ്റൗവിൽ ഈ പാത്രത്തിൽ വെള്ളം കിടന്ന് തിളയ്ക്കുകയാ. ഇതിനകത്ത് അരിയിട്ട് ചോറ് കഴിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഉടനെ ഈ മനുഷ്യൻ, പാതിരി സാബ് നിങ്ങളുടെ ദൈവം ഇത്ര വലിയ ദൈവമാണ്. അതെന്താ? 400 രൂപ ഡൽഹിയിൽ നിന്ന് മണി ഓർഡർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന ദിവസം പട്ടിണിയാകുമെന്ന് മനസ്സിലാക്കി 4 ദിവസത്തെ മുമ്പ് ഡൽഹിയിൽ നിന്ന് ഒരാളിൽ കൂടെ അതേ 400 രൂപ 85-ൽ അയച്ചു തരുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അനുഭവം വന്നത് ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാ. അപ്പൊ ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനപ്പുറത്തൊരു ദൈവപ്രവർത്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ തകർക്കുവാനല്ല, അതേ നശിപ്പിക്കാനല്ല, അതേ മുടിച്ചു കളയുവാനല്ല, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായ അവിടെ വെളിപ്പെടുന്ന ദൈവപ്രവർത്തിയെ ഇന്ന് രാത്രി ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അടുത്ത് എഴുതിയിരിക്കുന്നേ, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ചിലതൊക്കെ ജീവിതത്തിൽ വന്നത് ഒരു സമൃദ്ധി ജീവിതത്തിൽ അത് ദൈവം തമ്പുരാൻ തരുവാൻ വേണ്ടിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രിക്കാലം പറയാൻ കഴിയും, കർത്താവെ ഞാൻ അനുഭവിച്ചത്, കർത്താവെ ഞാൻ വേദനപ്പെട്ടത്, കർത്താവെ എന്റെ തലമുറ ഭാരപ്പെട്ടത്, കർത്താവെ എനിക്ക് വിസ നിഷേധിച്ചത്, എനിക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടാതിരുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ പരിപാടിയാണല്ലോ, ഇത് ദൈവത്തിന്റെ പ്ലാനാണല്ലോ എന്നോർത്തുകൊണ്ട് ദൈവത്തെ
സ്തുതിക്കുക ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം നമുക്കിടയായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ചിലത് ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ ഉള്ളിൽ ദൈവത്തിന് ചില പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 14 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം. അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ആഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ വിടന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ കുറുങ്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. സ്തോത്രം. മതി. താങ്ക് യു. സ്തോത്രം. ഇവിടുത്തെ കാര്യം നമുക്കറിയാമെങ്കിലും അതിനകത്തൊരു ദൈവപ്രവൃത്തിയാണ് ഞാൻ പറയുവാൻ കർത്താവ് എനിക്ക് നിന്ന് ദൂതെന്ന് പറയുന്നത്. ഒരു ദിവസം രാവിലെ അബ്രഹാം എഴുന്നേറ്റിട്ട് ആഗാറിനെയും അവളുടെ മകനെയും എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇസ്മായിൽ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സന്തതിയാണ്. ആഗാറിൽ ജനിച്ച കുട്ടിയാണ് ഇസ്മായിൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ ആഗാറിനെയും അവളുടെ മകനെയും പുറത്താക്കി. ശ്രദ്ധിക്കേണ്ട കാര്യം അടിവരയിട്ട് പറയാം. ഇന്നത്തെ കാലത്താണെങ്കിലോ എന്റെ കൊച്ചിന്റെ അവകാശം വെക്ക്. നിങ്ങൾ എന്റെ കൊച്ചിന്റെ അപ്പനാ. അവകാശം തരാതെ ഞാൻ പോകത്തില്ല. കൊച്ചിന്റെ പേരിൽ വസ്തു എഴുതി വെക്കണം. കൊച്ചിന്റെ പേരിൽ ധനമെഴുതി, വെള്ളി, പൊന്ന്, കന്നുകാലി മുതലായവയിൽ അബ്രഹാം ബഹുസമ്പന്നരായിരുന്നു. എഴുതി വെക്ക് പകുതി. കാരണം നിങ്ങളുടെ കൊച്ചായത്, നിങ്ങളുടെ തലമുറയായത്. ഇത് വെക്കാതെ ഞാൻ ഈ വീട് വിട്ടു പോകത്തില്ല എന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞേനെ. പക്ഷേ ഒന്നുമില്ലാതെ അവൾ അവിടെ ഒന്നും യാത്ര തിരിച്ചു. ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന്റെ ഉള്ളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേർ തമ്മിൽ അടിപിടിയും ബഹളവും ഒക്കെ ആയിട്ട് വീട്ടിൽ കഴിയത്തേ ഉള്ളൂ. അതിനു മുന്നമേ ആഗാറിനെയും കുട്ടിയെയും ദൈവം തമ്പുരാൻ അവിടുന്ന് മാറ്റി. അല്ലെങ്കിൽ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. ചോദ്യം എന്തിനാന്നറിയാമോ? 21 അധ്യായം 20 വചനം വായിക്കണം. 25 അധ്യായത്തിന്റെ 12 വചനവും വായിക്കണം. 21, 20, 25, 12. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാ. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രയീം ദേശത്തു നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. സ്തോത്രം. എവിടെ പാർത്തു? മരുഭൂമിയിൽ പാർത്തു. 25ന്റെ 12 വായിച്ചേ. സാറയിൽ മിസ്രയീമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇശ്മായേലിന് വംശപാരമ്പര്യം അവരുടെ വംശാവലി പ്രകാരം പേരുപേരായി ഇശ്മായേൽ. മതി. ആ ഒറ്റ പോയിന്റ്. അബ്രഹാമിന്റെ കുടുംബത്തിൽ താമസിച്ചാൽ ഇസ്മായേലിന് ഒരു വംശപാരമ്പര്യം ഉണ്ടാകത്തില്ല. അവിടെ വിട്ടെങ്കിൽ മാത്രമേ അവനൊരു വംശപാരമ്പര്യം ഉണ്ടാകത്തുള്ളൂ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? അവിടെ ഒന്ന് ഇറക്കി വിട്ടത് ഇവനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ആരെ അനുഗ്രഹിക്കാൻ? ഇസ്മായേലിനെ അനുഗ്രഹിക്കാൻ. സോറി. ഒരിടത്തൊരു തള്ളലുണ്ടായെങ്കിൽ അതിനപ്പുറത്ത് വെളിപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. അവനൊരു വംശപാരമ്പര്യമുണ്ടായി. അവനെ അനുഗ്രഹിപ്പാനാണ് അവിടെ നിന്നും അവരെ ഇറങ്ങിപ്പോരാനിടയായിട്ട് തീർന്നത്. അങ്ങനെ മരുഭൂമിയിൽ പാർത്ത ഇവന് അവന്റെ അമ്മ ഒരു
ഭാര്യയെ കൊണ്ടുവന്നു. എന്തോ കൊണ്ടുവന്നു? നാട്ടിലൊക്കെ പിള്ളേരെ പ്രായമായാലും കല്യാണം കഴിപ്പിക്കത്തില്ല. ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും കല്യാണം കഴിപ്പിക്കത്തില്ല. അമ്മയോട് അപ്പനോട് പറയാനും പറ്റത്തില്ല എനിക്ക് കല്യാണം കഴിക്കണം എന്ന് ഇവരോട്ട് പറയത്തുമില്ല. ഞാനിന്ന് സഭയിൽ ഒരു പയ്യൻ കാനഡയിലാണ്. അപ്പൻ അമ്മ നാട്ടിൽ കല്യാണമാലകൾ നടത്തുകയാണ്. ഇവൻ അവിടെ തന്നൊരു കൊച്ചിനെ കണ്ടുപിടിച്ച് അത് നമ്മൾ സ്നേഹമായി നാട്ടിൽ നമ്മൾ കല്യാണം നടത്താൻ. ഇവിടെ നാട്ടിൽ ഭയങ്കര കല്യാണാലോചനയാണ്. പക്ഷേ ഈ ആലോചിക്കുന്നതൊന്നും ഇവൻ അങ്ങോട്ട് പറ്റുന്നില്ല. ഇവൻ അപ്പനെയും അമ്മയും വിളിച്ചു പറഞ്ഞു, പപ്പ അമ്മ ഇന്നടത്ത് ഒരു പെണ്ണുണ്ട്, ആ പെൺകുട്ടിയുടെ വീട് ഇന്നടത്താണ്, അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം. മോൻ പറഞ്ഞതല്ലേ. പോയി അന്വേഷിച്ചപ്പോൾ പെൺകുട്ടി കാനഡയിലാണ്. ഞങ്ങൾ അന്വേഷിച്ച കൊച്ചിന്റെ ഫോട്ടോ കണ്ടു. ഓക്കെ ശരി, എനിക്ക് ഇഷ്ടമാ പപ്പ മമ്മി, അവിടെ അതങ്ങ് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നേരത്തെ പിള്ളേർ എന്ത് ചെയ്തു പറഞ്ഞേ? അവിടെ സെറ്റിൽ ചെയ്ത അവര്. എന്താ അതിന് കാരണം? കല്യാണപ്രായമായാലും പിള്ളേരെ എന്ത് ചെയ്തില്ല, കെട്ടിക്കത്തില്ല. അപ്പൊ പിള്ളേര് പിന്നെ തന്നെ പോയി തെരഞ്ഞെടുക്കുന്നതിൽ വലിയ തെറ്റുമില്ല. നമ്മുടെ നാട്ടിലൊരു സ്ഥിതിവിശേഷമായത് 30, 33, 35 വയസ്സുള്ള കുഞ്ഞുങ്ങളുള്ള കല്യാണം കഴിക്കാതെ മാതാപിതാക്കൾ കല്യാണം ആലോചിക്കത്തില്ല. പിന്നെ സഹി കേട്ട് കഴിയുമ്പോൾ ഈ കൊച്ചോ അല്ലെങ്കിൽ ഇവനോ ആരെയും എന്ത് ചെയ്യും, വിളിച്ചോണിഞ്ഞു വരും, ഞങ്ങൾ രജിസ്റ്റർമാരെ കഴിഞ്ഞു എന്നും പറഞ്ഞ്. ആ കല്യാണം നാട്ടിൽ വന്ന് അവർ നടത്തി കാനഡയ്ക്ക് പോയെന്ന് ഞാൻ പറയുക. കുഞ്ഞുങ്ങൾ പ്രായമായാൽ, വിവാഹപ്രായം എത്തിയാൽ മാതാപിതാക്കളുടെ ജോലിയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നാണക്കേടുണ്ടാക്കും. അത് വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ എന്തിനാണ് അബ്രഹാം മൂലം ഹാഗാർ പുറത്തു പോയെന്നറിയാമോ? ഇസ്മായേലിനെ ഒരു വലിയ ജാതിയാക്കാൻ, ഒരു വംശപാരമ്പര്യം ഉണ്ടാക്കാനായിട്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ ഞാൻ പറയാ, ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയോ? എത്ര പേർ കർത്താവിനെ സ്തുതിക്കാൻ കഴിയോ? കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. Praise the Lord. ഒരു പാവപ്പെട്ട പെന്തിക്കോസ് കുടുംബം, ഭാര്യ, ഭർത്താവ്, ഒരു കുഞ്ഞ്. അവര് ബാങ്കിൽ ലോൺ എടുത്ത് ഒരു കൊച്ചു വീട് വെച്ച് സന്തോഷമായിട്ട് അവരവിടെ കഴിയുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഈ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. പണം അടച്ച് ലോൺ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യും. ഭർത്താവില്ല, 7 വയസ്സുണ്ട് ആ കുഞ്ഞിന്. ഈ ജപ്തി നോട്ടീസുമായിട്ട് ഇവൾ പ്രാർത്ഥനാ മുറിയിൽ കയറി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇല്ലാത്ത നിലയിൽ കൊച്ചു വീട് വെക്കുവാൻ ലോൺ എടുത്ത് കാര്യങ്ങൾ നടത്തിയെങ്കിൽ കർത്താവ് ഇപ്പോൾ ഈ വീട് ജപ്തി ചെയ്യാൻ പോകുക. ഈ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണമേ. ദൈവസന്നിധിയിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ നമുക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. എന്റെ മോൾ ഇവിടെ വന്ന ശേഷമാണ് 6 എഴുതിയത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും അല്ല വിട്ടു പഠിപ്പിച്ചത്, മലയാളം മീഡിയത്തിലാണ് പഠിപ്പിച്ചത്. ഇവിടെ വന്ന് 6 എഴുതിയാനുള്ള ക്രമീകരണമായപ്പോൾ, ആ ദിവസമായപ്പോൾ ഞങ്ങള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. രാവിലെ 7 മണിക്ക് വെള്ളം കുടിച്ചു. പിന്നെ ഇവരുടെ റിസൾട്ട് അറിയുമ്പോഴാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. ഞങ്ങൾ കവണ് വീണ് കിടന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ.
പുറം ലോകവുമാണ് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ടെലിഫോണുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. മറ്റാരുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. ഞങ്ങളുടെ ബന്ധം മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. ഞങ്ങൾ വീണ് കടന്നു പ്രാർത്ഥിച്ചു, കവിണ് വീണ് കടന്നു പ്രാർത്ഥിച്ചു. കർത്താവ്, ഈ വിഷയത്തിൽ ഞങ്ങളുടെ കുഞ്ഞിനെ സഹായിച്ചേ പറ്റൂ. പരീക്ഷയെല്ലാം കഴിഞ്ഞ് വിളിച്ചു, പപ്പാ മമ്മി എന്തോ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 7 മണിക്ക് വെള്ളം കുടിച്ചതാ, ഇതുവരെ ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല, ഉമിനീരും മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. കുഞ്ഞെ, ഇന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നീ വിജയിച്ചിരിക്കും. ആമേൻ. ഇന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നീ വിജയിച്ചിരിക്കും. അതിനുശേഷം ഒരു വലിയ പൊട്ടിക്കരച്ചിലൂടെ ഇവിടെ ഫോൺ വിളിക്കുന്നേ. ഞാൻ എന്തോ പറ്റി, എന്താ പറയെന്താണെന്ന്, എന്തോ പറ്റി? പപ്പ എനിക്ക് കിട്ടി എന്ന് പറയാനിടയായിട്ട് തോന്നുന്നു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു വിഷയമുണ്ടെങ്കിൽ ദൈവസ്ഥലിൽ വീഴണം, ദൈവസ്ഥലിൽ കടക്കണം. ഞങ്ങളൊക്കെ വിഷയത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ച ദൈവസ്ഥലിൽ വീഴുന്നത്. ജലപാനമില്ലാതെ വിഷയത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി ഞങ്ങൾ ദൈവസഭയിൽ വീണ ദൈവം തമ്പുരാന് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. തമ്പുരാൻ അവിടുന്ന് എഴുന്നേൽക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വീട്, അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഈ നനഞ്ഞ പേപ്പറുമായി സഹോദരി ആ മുറിയിൽ ഇരിക്കുകയാ. 7 വയസ്സുള്ള ഈ കുഞ്ഞ് വെളിയിൽ കളിച്ചോണ്ട് നിൽക്കുകയാ. അവൻ നോക്കിയപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഇവരുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ഒരു ബട്ടർഫ്ലൈ ഇവരുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ഈ ബട്ടർഫ്ലൈയെ പിടിക്കുവാനായിട്ട് ഇവന് ലിവിങ്ങിലേക്ക് കയറി. പക്ഷെ കണ്ടില്ല, അത് കബോർഡിന്റെ ഉള്ളിൽ എങ്ങാണ്ട് ഒളിച്ചു. അകത്ത് കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീരൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മമ്മി, ഒരു ബട്ടർഫ്ലൈ നമ്മുടെ കബോർഡിൽ പ്രവേശിച്ചിട്ടുണ്ട്, എനിക്കതിനെ പിടിച്ചു തരണം. അവളെ നനഞ്ഞ പേപ്പറുമായിട്ട് എഴുന്നേറ്റു. എവിടെയോ മോനെ ബട്ടർഫ്ലൈ കയറിയിരിക്കുന്നത്? ഇന്നടത്ത മമ്മിയും. ആ ബട്ടർഫ്ലൈയെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ചില പേപ്പേഴ്സ് ആ അലമാരയിൽ നിന്നും നിലത്തു വീണു. അവൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ തന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് ലോൺ ക്ലോസ് ചെയ്തതിന്റെ പേപ്പറായിരുന്നു. ദൈവസന്നിധിയിൽ നിലവിളിച്ച മറുപടി അയക്കാൻ ദൈവത്തിന് കഴിയൂ. ഓർക്കുക, ദൈവത്തിന് പ്രവർത്തിപ്പാൻ വലിയ ആൾക്കാരൊന്നും വേണ്ടെന്ന് ഒരു ബട്ടർഫ്ലൈയെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയൂ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. വലിയ വലിയ കാര്യമൊന്നും വേണ്ട, ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു ബട്ടർഫ്ലൈ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവശക്തന വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. Praise the Lord. Hallelujah. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൂതി കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചില സംഭവിച്ചത് ദൈവത്തിന് അതിനകത്തൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഇസ്രായേൽ ജനം അവർ ചെങ്കടൽ കടന്ന് ചെന്ന് കയറിയത് സൂർ മരുഭൂമിയിലായിരുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വചനം. അവർ ശൂർ മരുഭൂമിയിലെ ചെന്ന് കയറിയത്. ഇസ്രായേൽ ചെങ്കടലിൽ കടന്നത് സ്നാനത്തിന് മുൻകുറിയാണെങ്കിൽ അതിനുശേഷം അവർ ചെന്നെത്തിയത് ശൂർ മരുഭൂമിയിലായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ ചില മരുഭൂമിയുടെ അനുഭവം ഉണ്ടെങ്കിൽ, ആ വരണ്ട അനുഭവം ഉണ്ടെങ്കിൽ അതിനെ നീർച്ചാലാക്കി മാറ്റുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തെ നമ്മൾ സേവിക്കുന്നതെങ്കിൽ കഴിഞ്ഞ നാളത്തെ വരണ്ട അനുഭവം, മാറായുടെ അനുഭവം ജീവിതത്തിൽ തകർക്കാനല്ലായിരുന്നു, മറിച്ച് നന്നാക്കാനായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്.
യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ജയമെടുക്കുന്ന കർത്താവ്, ജയമെടുക്കുകയാ, ജയമെടുക്കുകയാ. ചിലതൊക്കെ സംഭവിക്കുന്നത് ഞങ്ങളെ തകർക്കാനല്ല, ഞങ്ങളെ നന്നാക്കാനാണ്, ഞങ്ങളെ നന്നാക്കാനാണ്. അവിടെ മരുഭൂമിയിൽ വെള്ളമില്ല. വെള്ളത്തിൽ നിന്ന് കയറി വന്നവര് വെള്ളത്തിന് വേണ്ടി അവിടെ ഭാരപ്പെടുകയാണ്. മോശയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ നിന്ന് അദ്ദേഹം നിലവിളിക്കുക. ഒരു വിഷയമുണ്ട്, എന്ത് ചെയ്യണം? നിലവിളിക്കണം. ഈ ലോകത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ കാരണം പഞ്ചസാരയുടെയും ഉപ്പിന്റെയും നിറം വിശ്വസിക്കാമെന്ന് ഞാൻ പറയാം. ദൈവത്തെ വിശ്വസിക്കാം, കണ്ണാടിയെ വിശ്വസിക്കാൻ. കണ്ണാടി കള്ളം പറയുന്നില്ല, സ്വന്തം നിഴല് പിണങ്ങിപ്പോകത്തില്ല. ഇതല്ലാതെ ഈ ലോകത്തിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന ചിലരൊക്കെ ചിരിച്ചു കാണിച്ചാൽ നമ്മളോട് ഭയങ്കര സ്നേഹം. ചുമ്മാതാ കേട്ടോ, ചുമ്മാതാ. സ്തോത്രം. ചില ഡോക്ടർമാരെ വിശ്വസിക്കുക. ഇപ്പൊ ഞാനൊരു ഡോക്ടറെ കയറിക്കൊണ്ടു, എന്റെ രോഗം പറഞ്ഞു, എനിക്ക് അദ്ദേഹം മെഡിസിൻ എഴുതിയെങ്കിൽ അടുത്ത പേഷ്യന്റ് ചെല്ലുമ്പോൾ ഇപ്പം കയറി ഇറങ്ങിപ്പോയ ആളെ അറിയാമോ, പുള്ളി ഇന്ന രോഗമായിട്ട് വന്നതാണെന്ന് ആ ഡോക്ടർ പറയത്തില്ല. ചിലപ്പോ പറയുമോ? ഓക്കെ, ഇവര് വെള്ളമില്ലാതെ ഭാരപ്പെടുകയാണ് മരുഭൂമിയില്. ജനം ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ചിലര് കല്ലെറിയാൻ, മോശയെ കല്ലെറിയാൻ കല്ല് കയ്യിലെടുത്തു. പക്ഷെ ആ ദൈവ മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം അവിടെ നിന്ന് നിലവിളിക്കുകയാ. ഈ ശൂർ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ ദൈവം തമ്പുരാൻ എത്തിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ മോശയോ ഒരു ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. തമ്പുരാൻ പറഞ്ഞു ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്, ആ മാറായിലെ വെള്ളത്തെ മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. മോശ കമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ ആ മാറായിലെ വെള്ളം മധുരമായിട്ട് മാറി. ഇന്ന് രാത്രി വിളിച്ചു പറയാ, ചില മാറായുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില അനുഭവങ്ങൾ, ചില മാറായുടെ അനുഭവങ്ങൾ, ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ തകർക്കാനല്ലെന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? നമ്മളെ തകർക്കാനല്ല, മറിച്ച് അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. അങ്ങനെ ചെന്നെങ്കിലേ ഇവർക്ക് എലീമിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. 27-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അങ്ങനെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവ, 70 ഈന്തപ്പന. കേട്ടോ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി മരുഭൂമിയിൽ ഭാരപ്പെട്ട് യാത്ര ചെയ്ത് മാറായിൽ വന്നു. മാറായിൽ വെള്ളമുണ്ട്, കുടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പ്രവർത്തിച്ച ദൈവം തമ്പുരാൻ അവരെ എത്തിച്ചത് എലീമിലായിരുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയാ, മാറായിക്കപ്പുറത്ത് ഒരു എലീം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. നിങ്ങളുടെ ജീവിതത്തിലെ മാറ നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളെ എലീമിലെത്തിക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. 70 ഈന്തപ്പന, 12 നീരുറവ. അപ്പൊ ഇവരെ ഈ ശൂർ മരുഭൂമിയിൽ എത്തിച്ചത് അതിനപ്പുറത്തുള്ള എലീമിൽ അവർ എത്തുവാൻ വേണ്ടിയായിരുന്നു. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ.
സമൃദ്ധിയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിലെ ആ താഴ്ച, കഴിഞ്ഞ കാലങ്ങളിലെ ആ വേദന, കഴിഞ്ഞ കാലങ്ങളിലെ ആ ഭാരം, കഴിഞ്ഞ കാലങ്ങളിലെ ആ ഞെരുക്കം, മനസ്സുരുകിയ അനുഭവങ്ങൾ നമ്മളെ തകർക്കാൻ വേണ്ടിയല്ലായിരുന്നു, അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി പരിശുദ്ധ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയത് തകർക്കാൻ വേണ്ടിയല്ലായിരുന്നു, മറിച്ച് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയായിരുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചിലർക്ക് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളെ തകർക്കാനല്ല, നമ്മളെ നന്നാക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്രയിലെ ക്രിസ്തീയ ജീവിതയാത്ര അനുഗ്രഹിക്കപ്പെട്ടതായി മുന്നേറുവാൻ വചനം കേട്ട എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വരുവാനും ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാനും ശുശ്രൂഷിപ്പാൻ അവസരം ലഭിപ്പാനും ഇടയായല്ലോ. എല്ലാവരോടും പ്രിയപ്പെട്ട നന്ദി പറഞ്ഞുകൊണ്ട്, അവസരമൊക്കെ പ്രിയപ്പെട്ട നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുൻപിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവം കേൾപ്പിച്ച വചനവുമായി നമ്മൾ അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തില് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കാം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഒരു അനുഗ്രഹത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കുവാനാണ്. ഹല്ലേലൂയ. നമ്മെ ദൈവം നയിപ്പിക്കുന്നതൊക്കെ കർത്താവിനോട് അടുക്കുവാനാണ്, ദൈവസ്ഥനിൽ അടുത്തു ചെന്ന് പ്രാർത്ഥിക്കുവാനാണ്.
ഏത് മാറയുടെ അനുഭവവും നമ്മെ മധുരമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രിയും ദൈവത്തിന്റെ ശബ്ദം നമ്മെ ഓർപ്പിച്ച് ഉണർത്തിയത് അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ നാം കണ്ണുനീരോടും പ്രാർത്ഥനയോടും കഴിക്കുന്ന ഓരോ നിമിഷങ്ങള്, ഓരോ പ്രാർത്ഥനകള്, അതൊക്കെ നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന നാളുകളായി തീരുവാൻ തുടർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നാം നിരാശപ്പെട്ടു പോകരുത്, നാം ഒരിക്കലും തളർന്നു പോകരുത്, ഒരിക്കലും നാം ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പിന്നെയും ഒന്ന് അടുത്തു ചെല്ലാം, കർത്താവിനോട് പ്രാർത്ഥനയിൽ നാം ഉച്ചരിക്കാം. ഹല്ലേലൂയ. നിലവിളിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടി ഉണ്ടെന്നുള്ളത് ആ സത്യം പിന്നെയും അടിവരയിട്ട് നമുക്കൊന്ന് വിശ്വസിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഓൺലൈനിൽ വീക്ഷിക്കുന്നുണ്ട്, നിങ്ങളോടുള്ള സന്ദേശം കൂടെയായി നിങ്ങൾ ഏറ്റെടുക്കുക. നിന്റെ ജീവിതത്തിലെ മാറയുടെ അനുഭവത്തിൽ കൂടി നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിന് അത് മധുരമാക്കി തീർക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിന്റെ ജീവിതത്തിന്റെ ഏത് സാധ്യതകൾ കൂടിയും താഴ്ചയിൽ കൂടിയും ഒക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർത്തു പോകണം, ഒരു സമൃദ്ധി ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രി പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് അച്ഛൻ മുന്നോട്ട് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിച്ച ആശീർവാദം. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്ത, പുകയുന്ന തിരി കെടുത്തി കളയാത്ത, നിത്യനും അനാദ്യന്തനും ആരാധ്യനുമായ ദൈവമേ, ഞങ്ങളോട് അവിടുന്ന് അറിയിക്കാനുള്ളത് നിന്റെ ശ്രേഷ്ഠദാസനിലൂടെ അറിയിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ വിജയകരമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. മാറാതെ മധുരമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കർത്താവേ, നിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് ആദ്യമായിട്ടാണ് വന്നത്. നിന്റെ വചനമായി എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. ഇവിടെ താമസിക്കുന്ന മകളെ, അവർക്ക് കൊടുത്ത കുഞ്ഞിനെയും അനുഗ്രഹിക്കണം. ഇന്ന് നീ ഞങ്ങൾക്ക് സൗഖ്യദായകനും സമാധാനദായകനുമായിരിക്കണം. കർത്താവിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ നീ ഞങ്ങൾക്ക് സഹായകനായിരിക്കണം. കർത്താവെ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്മേൽ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയതിനൊരു ദുർഗവും ഉഷ്ണത്തിനൊരു ശരണവുമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നല്ലവനായി, വല്ലഭനായി, വഴികാട്ടിയായി, ശക്തീകരിക്കുന്നവനായി, ബലപ്പെടുത്തുന്നവനായി, നന്മകൾ തരുന്നവനായി, മുമ്പിൽ നടക്കുന്നവനായി, ശത്രുവിനെ തോൽപ്പിക്കുന്നവനായി, രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ഭവനത്തെയും ജെസ്സിയെയും അവർക്ക് ദാനമായി കൊടുത്ത മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളൊക്കെ ഇതിനുവേണ്ടി അവരെ സഹായിക്കണം. അവരിതിനു വേണ്ടി ബന്ധപ്പെടുന്നു. അതിന് പ്രതിഫലം സ്വർഗം കൊടുക്കണം. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് മനസ്സിലേക്ക് തോന്നുന്നു. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണം. ആ കുരുടന്മാരുടെ നിലവിളി കേട്ട് അവരെ സൗഖ്യമാക്കി. ഞങ്ങളുടെ ആത്മീക കുരുകളെ മാറ്റി പ്രകാശമുള്ളതാക്കി തീർക്കണം. അന്ധകാരത്തെ ദൂരീകരിക്കണമേ, വെളിച്ചത്തെ തരണമേ, ആത്മീക നൽവരങ്ങൾ തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മടങ്ങിപ്പോയാലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. തിരുകൃപയിൽ പൊതിഞ്ഞുകൊള്ളണം. വരവിനായി ഒരുക്കണം. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും
കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ വരണമേ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് ഇവിടെ കടന്നു വന്ന് വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ഫിലിപ്പ് അവറിലൂടെ ഈ കൂട്ടായ്മയുടെ നാമത്തിലുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജനങ്ങളുടെ നാളെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വരാഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ വരേണ്ടതാണ്. പ്രത്യേകിച്ചും രാജനങ്ങളുടെ കൂടെ ഓർത്ത് പ്രസ്താവിച്ചാൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനും പ്രത്യേകിച്ചും രാജനങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചു. പറഞ്ഞു ആന്റി. അച്ഛൻ ന്യൂറോളജിസ്റ്റിനെ കണ്ടായിരുന്നു. തന്ന ഡയഗ്നോസിസ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ഔട്ട് ചെയ്തു. എന്നാലും എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. കുറെ ടെസ്റ്റ് ഉണ്ട്. ഡയഗ്നോസിസ് അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും അച്ഛനെ കൂടെ ഓർത്ത് ആ ഡയഗ്നോസിസ് ഒക്കെ ഫേവറബിൾ അല്ലെങ്കിലും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആ ശരീരത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ദൈവകരങ്ങളിൽ വെച്ച് പ്രത്യേകിച്ചും രാജനങ്ങളിനെ ഓർത്തും ഫുഡിന് വേണ്ടി കൂടെ സ്ഥാപിച്ചാൽ പ്രാർത്ഥിച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. അച്ഛനെയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ വിടുതൽ കൽപ്പിക്കുകയാണ്. നമ്മുടെ സൗഖ്യം നിന്റെ പക്കലുള്ളതിനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ അവിടെ സഹായിക്കണമേ, ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ ഭവനൊരുക്കുന്ന ഭക്ഷണത്തിനായ സ്തോത്രം അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ അനേകർ പറയുമ്പോൾ ദൈവം ഞങ്ങൾ തന്നിരിക്കുന്ന എല്ലാ സമൃദ്ധിക്കായ സ്തോത്രം. കർത്താവിന് വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ. താങ്ക് യു സോ മച്ച്. ഓർപ്പിച്ച അറിയിപ്പുകളൊക്കെ അറിയാമല്ലോ. വെള്ളിയാഴ്ച നൈറ്റ് പ്രയർ